IFPHന്റെ 324 സൂം സെഷനിലേക്ക്, അതിൻ്റെ മലയാളം സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി നമ്മുടെ ആദരണീയനായ നമ്മുടെ പ്രസിഡന്റ് ഇസ്മായിൽ ചേട്ടനെ നമ്മൾ കേൾക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചികിത്സാനുഭവങ്ങളും അതോടൊപ്പം തന്നെ നല്ല കുശലം പറച്ചിലൂടെ ധാരാളം ക്ലിനിക്കൽ ടിപ്സും ഒക്കെ നമുക്ക് കിട്ടുകയുണ്ടായി. ഇന്നും എല്ലാവരും സേട്ട് സാറിനെ കേൾക്കാനായി കാതോർത്തിരിക്കുകയാണെന്നറിയാം. ഒരു ചെറിയ മൗന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. താങ്ക് യു. നമ്മുടെ ആദരണീയനായ ഡോക്ടർ ഇസ്മായിൽ സേട്ട് സാറിനെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഈ ഫോറത്തിലേക്ക്. ക്യാൻസർ എന്ന വിഷയത്തിൽ ഊന്നിക്കൊണ്ട് സാറിനെ കേൾക്കാനും സാറിന്റെ എല്ലാ നുറുങ്ങുകളും ടിപ്സുകളൊക്കെ കേൾക്കാനായിട്ട് ഞങ്ങളിവിടെ കാതോർത്തിരിക്കുകയാണ്. വെൽക്കം സാർ. താങ്ക് യു. ഈ നാടുകൾ ഒരുപാടുണ്ടല്ലോ, പലപ്പോഴും പല പ്രാവശ്യമായിട്ട് പലതും പറയാൻ പറ്റില്ല. എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞാലും ശരിയാവില്ലല്ലോ. രണ്ട് കേസ് വെച്ചിട്ട് പറയാം. ഇനിയിപ്പോൾ അടുത്ത വേരിയന്റിൽ ഈ പറഞ്ഞ പോലെ കൊറോണ വേരിയന്റ് പറഞ്ഞ പോലെ ഇപ്പോൾ ഇത് വേരിയന്റ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ വേരിയന്റ് കഴിഞ്ഞു, ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ആയിരുന്നു. രണ്ടാമത്തെ വേരിയന്റിൽ ക്യാൻസർ ആയിരുന്നു. ഇനി അടുത്ത വേരിയന്റിൽ വേറെ ഒന്നും പറയാം. ഇന്നത്തെ കൂടി എൻ്റെ തൽക്കാലിക നിർത്തിയൊക്കെയാണ്. പക്ഷേ 2-3 ആഴ്ചയായിട്ട് കൂടി പോകാം, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരും സഹകരണത്തിന് നന്ദിയുണ്ട്. നല്ല ക്ലാസ്സിന് ഞാൻ എത്രത്തോളം നല്ല ക്ലാസ് എനിക്ക് തോന്നിയില്ല. ഞാൻ എന്തൊക്കെ കാഷ്വലായിട്ട് പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പിന്നെ തടസ്സമായിട്ട് പറഞ്ഞതിൻ്റെ പേരിലായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. ഇനി എൻ്റെ ക്ലാസ്സൊക്കെ മിക്കവാറും അങ്ങനെ തന്നെ പോവുള്ളൂ. കടുപ്പിടുത്തമായിട്ട് മുന്നോട്ട് പോകാറില്ല. പതുക്കെ രീതിയാണ് പോകാറ്. അതുകൊണ്ട് തന്നെ മെച്ചപ്പെട്ട രീതിയിൽ ആളുകൾ ആസ്വദിക്കാറുണ്ട്. എല്ലാം ഒരുപോലെ ആവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു വേരിയേഷൻ ഉണ്ടായി കാര്യങ്ങളുണ്ടാകാം. അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുത്ത് പറയണം. എന്നാലേ എനിക്ക് അർത്ത് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളിപ്പോൾ ഞാനൊരു വിദ്യാർത്ഥിയാണ്, ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതൊന്നും കിട്ടാനും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും ഇതിലെയും എല്ലാം പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്ന പലതിനെ ഓർമ്മപ്പെടുത്തി വന്നു. ഞാൻ എല്ലാ കേസും അങ്ങനെ ചെയ്യാറില്ല. വീഡിയോ ഓഫാണ് സാർ. പോകാം. അതുകൊണ്ട് ക്ലാസ് തുടങ്ങിയാണ്. ഇന്ന് 2 കേസാണ് ഞാൻ അപേക്ഷിക്കുന്നത്. സാറിന്റെ വീഡിയോ ഓൺ ചെയ്തിട്ടില്ല സാർ. ചെയ്യാം. ഇന്ന് എൻ്റെ വീട്ടില് മക്കളൊക്കെ ചെറുമക്കളും മക്കളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോയിട്ടില്ല. അവര് 2 പാർട്ടി പോയി, പാർട്ടി ഇനിയും ഉണ്ട്. അതുകൊണ്ട് തിരക്കിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. അവരുടെ വീടുകളാണ് ഭക്ഷണം കഴിച്ചത്. എൻ്റെ മൂത്ത മോളും മക്കളും മാത്രം ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും അവരുടെ വീട്ടിലുണ്ടായി. എല്ലാവരും കോഴിക്കോട് തന്നെയാണ്. ഒരു 15 കിലോമീറ്ററിനുള്ളിൽ തന്നെ എല്ലാം താമസിക്കുന്നത്. കോയമ്പത്തൂരുള്ളവരും ഇവിടെ ഒന്ന് സെറ്റിലായി. സന്തോഷമുണ്ട്. കാര്യം കാണാൻ പറ്റും. അപ്പോൾ ആ രീതിയിൽ വന്നിട്ട് പോയതിൻ്റെ പേരിൽ ചില മക്കളെയൊക്കെ എപ്പോഴും കാണാം. ജമീന് ഫാമിലി മാത്രം ഇല്ലായിരുന്നു ഇവിടെ. ജമീല് കഴിഞ്ഞ ആഴ്ച വന്നിട്ട് ഒന്ന് വിടാൻ വേണ്ടി പോയതാണ്. ഇപ്പം പെരുന്നാളിന് ഫാമിലി അടിച്ചു വെച്ചാലുള്ള ആഗ്രഹം പറഞ്ഞു. ചെറിയ ഫാമിലിയാണ്, 2 മക്കൾ, അവനും ഭാര്യയും. ജമീൽ ഇന്ന് ബാംഗ്ലൂരിലാണ്, നാളെ ഇങ്ങോട്ട് തിരിക്കുന്നതാണ്. ആദ്യത്തെ കേസ് ഗാൻഡോമാറ്റോസിസ് ഗ്ലാൻഡൻസിസ് ലെഫ്റ്റ് പരോട്ടിഡ് ഗ്ലാൻഡ്. ഒരു കൊച്ചുകുട്ടി, 3 വയസ്സുള്ള കുട്ടിയെ എടുത്ത് വന്നതാണ്. A 3-year-old child residing at Calicut came at our OP department with a firm, tender swelling over the left parotid region with the purulent and sanguineous offensive discharge
from the swelling. Along with this, she gets recurrent attack of fever. The swelling was aspirated twice in their life, following by which the size was increased. 2 പ്രാവശ്യം അവർ ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോഴും 2 പ്രാവശ്യം ഈ സ്വെല്ലിങ് കൂടിയാണ് ചെയ്തത്. ഇതിനടുത്ത് വന്നേ പിന്നെ ഒരു പ്രാവശ്യം കൊണ്ട് എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് എടുക്കേണ്ടി വന്നില്ല, കംപ്ലീറ്റ് ഈസി. ആ കേസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ റിപ്പോർട്ട് ഒന്ന് കൺഫേം ഉള്ള കേസായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെന്റ് അത് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ കൈയുണ്ട്, അതിൽ കാണിച്ചാൽ കാണാൻ പറ്റും. ഒരു ആപ്സസ് ആണ് DD, ആപ്സസ്, റോട്ടഡ് ട്യൂമർ. പക്ഷേ എല്ലാവരും ഫൈനൽ ഡയഗ്നോസ് ചെയ്ത് ഇങ്ങനെയാണ്. മെട്രിക്സ് കേസ്. ഇതാണ് കേസ്. കുട്ടി നമുക്ക് വയസ്സായി കേട്ടോ, പ്രായപൂർത്തിയായ കുട്ടിയാണ്. 32 വയസ്സായി. വിവാഹം അലച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഡിഗ്രി എടുത്തിട്ടുണ്ട് കുട്ടി, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, എഞ്ചിനീയറിംഗ് കോളേജ്. സ്മാർട്ടാണ് കുട്ടി. അന്ന് വന്ന ലെഫ്റ്റ് ബയോട്ടേഡ് ആയിരുന്നു. കുറച്ച് ഓപ്പൺസിനെസ് ഉണ്ടായിരുന്നു. ഡിസ്ചാർജിന് ഒരു ഡാർക്ക് ബ്ലൂ ഷെല്ലോ കൊണ്ടായിരുന്നു. ഞാൻ ചിലപ്പോഴൊക്കെ ചില ട്രീറ്റ്മെന്റ് കൊടുക്കാറുള്ളത് അതിൻ്റെ ചില ഡിസ്ചാർജിന്റെ നാച്ചുറൽ വെച്ചിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ചില ഊതിങ്ങിന് നമ്മളെ കായം പോലെ വരും. കായത്തിന്റെ അതേ കളറായിട്ട് വരും ഊതിങ്. ഞാൻ അസപ്പെട്ടുള്ള കൊടുക്കാറുണ്ട് അതിന്. അപ്പം എന്താ പറഞ്ഞത്, ഒരു സിഗ്നേച്ചർ ഓഫ് ഡോക്ടർ ഓഫ് ദി സിഗ്നേച്ചർ. ഈ കൊറോണയ്ക്ക് നമുക്ക് അൺകേറിയ ടെമൻറ്റോസ വരാനുള്ള കാരണം എന്താണ്? ആ ടെമൻറ്റോസയുടെ ഫ്ലവറിന്റെ ടെമൻറ്റോസ ഫ്ലവർ വെരി ഈക്വൽ ലുക്ക് ടു വൈറസിനെ പോലെ ഇരിക്കുക. അതാണ് ആ മരുന്ന് കൂടുതൽ ആക്ട് ചെയ്യാനുള്ള കാരണം എന്നുള്ളത്. എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല. എല്ലാം ശ്രദ്ധിക്കണം. ഡൗൺലോഡ് ചെയ്ത് നോക്കിയാലോ എളുപ്പം മനസ്സിലാവും. അത് ഫസ്റ്റ് വേരിയേഷൻ കാണിച്ച അതേ പിക്ചറാണ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കൂടുതൽ കേസുകളും അൺകേറിയ ടെമൻറ്റോസ് കൊണ്ട് സുഖമായത്. പ്രിലിമിനറി കേസിൽ അതല്ല, കേസിൽ മറ്റേ ജെൽസീമിയം, റയോണിയ, ഇപ്പൊ ചോദ്യം പല മരുന്നുകളുണ്ട്. കുറച്ച് അതിലേച്ച് കേസിനൊക്കെ ഈ ടെമൻറ്റോസാണ് വന്നത്. ഇവിടെ ഞാൻ ലാക്കേസ് 0/3 കൊടുത്തത്. 0/3 ഞാൻ പലപ്പോഴും കൊടുക്കാറുണ്ട്. കാരണം ആദ്യം കൂടുതൽ കൊടുക്കാറില്ലായിരുന്നു, കൊടുക്കുമായിരുന്നു. കാരണം 0/3ക്കുള്ള ഗുണം വെച്ചാൽ ആക്ടിവേഷൻ വളരെ കുറവായിരിക്കും. ഞാൻ സ്കിൻ കേസ് കംപ്ലൈൻറ്റ് വന്നാൽ ആദ്യമൊക്കെ ഞാൻ വരുമ്പോഴേക്കും നമ്മൾ മരുന്ന് കൊടുത്താൽ 1 2 കൊടുത്താൽ ഭയങ്കര അഗ്രവേഷൻ ഉണ്ടാകും. അഗ്രവേഷൻ ഉണ്ടായിട്ട് അവർക്കത് താങ്ങാൻ പറ്റില്ല പേഷ്യൻസിന്. അത് പറയും കഷ്ടപ്പെട്ടു. പിന്നെ അപ്പോൾ ഞാൻ ചെറിയ കുറുക്ക് വഴിയൊക്കെ ചെയ്യാറുണ്ട്. കാലഡില്ല 200 4 കൊടുത്ത് സബ്സിഡി ചെയ്യാറുണ്ട്. സപ്രഷൻ പല്ല അല്ലേ, അല്ലെങ്കിൽ കാലിമൂർ 6 കൊടുത്ത് സബ്സിഡി ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പിന്നീട് 0/3 ഉപയോഗിച്ച് തുടങ്ങി. പിന്നീട് അങ്ങനെ പ്രശ്നമല്ല, കാരണം ആക്ടിവേഷൻ വളരെ കുറവാണ്. പക്ഷെ ഡിലേ ആവും. ക്യൂർ ചെയ്യാൻ വേണ്ടി കുറച്ച് ഡിലേ വരും. ചില കേസിന് അത് മരുന്നല്ല കേട്ടോ, ചില കേസിന് വളരെ പ്രശ്നമാവുന്നു. 0/3 കൊടുക്കാൻ പറ്റിയ കേസ് വെച്ചാൽ സൾഫർ, ഗ്രാഫൈറ്റീസ്, പെട്രോളിയം. മറ്റുള്ളവർക്ക് അങ്ങനെ ആയില്ല. ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. സോറിന് ഹൈ പൊട്ടൻഷ്യൽ കൊടുക്കാം, അതൊന്നും വലിയ കുഴപ്പം ചെയ്യാറില്ല. ഗ്രാഫൈറ്റീസും സൾഫറാണ് കൂടുതൽ പ്രശ്നക്കാർ. അത് നമ്മുടെ പൊട്ടൻഷ്യൽ കുറച്ച് കൂട്ടി കൊടുത്താൽ അഗ്രവേറ്റ് ചെയ്യും. ഭാഗത്ത് അപ്പുറത്ത് എല്ലാം പുറത്തു അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തത് ആ ഡിസ്ചാർജിന്റെ കാറ്റ് വെച്ചിട്ട് 0/3 പേഷ്യന്റ് റിപ്പോർട്ടോടുണ്ട് 25/5/4 5 മാസം ശേഷം ബിറ്റ്വീൻ്റെ അണ്ടർവെന്റ് ആസ്പിറേഷൻ. വീണ്ടും 5 മാസം കഴിയുമ്പോൾ ആ കുട്ടിക്ക് ഇതുപോലെ പെട്ടെന്ന് സ്വെല്ലിങ് ഉണ്ട്. പഴയ അത്ര സ്വെല്ലിങ് ഇല്ലായിരുന്നു, ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. ഡിസ്ചാർജ് സ്റ്റക്കായിപ്പോയി. അതിൻ്റെ പേരിൽ ആസ്പിറേഷൻ ചെയ്തിരുന്നു. ആസ്പിറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് കൂടി, ആ ഗ്രോത്ത് വല്ലാണ്ട് കൂടുതലായി, പ്രയാസം വന്നു. ഞാൻ ആ ഗ്രോത്ത് കൂടിയതിന് പേരിൽ ആ പെയിന്റ് കയറ്റൊക്കെ ഇട്ടിട്ട് ഞാൻ സൈരീഷ 0/3 കൊടുത്തു. ഞാൻ കുട്ടിയുടെ കളർ, ആ കുട്ടിയുടെ നാച്ചുറൽ ഉണ്ടല്ലോ,
Bromian look ആണ് കുട്ടിക്ക്. Bromian വണ്ണം was given followed by following months. എല്ലാം നമുക്ക് തിരിച്ചാം. So പനി കൂടെ ഉണ്ടാകുമായിരുന്നു. പനിക്ക് വേണ്ടി പൈറോജൻ വണ്ണം was given which stopped the recurrence of the fever. പൈറോജൻ കൊടുത്തേ പിന്നെ recurrence of the fever control ആയത്. Again, because the fundamental prescription is laxative. So again, 13-30-11-4 and I could go to the laxative 200 was given. One dose was given. Other 1/20 of dose. One drop in and divided it 20 part and 20 part of part of the. But again, sugar and milk mix it with one to Baki Kalada. Well, actually, medicated following months, laxative was given in increasing the potency, still laxative TM. The improvement content period of aspiration growth coordinator and the very 200 and jar was one number care. One number once in 40 days repetitive. One number the night and morning I would call single dose was laxative that's a double dose would come night and morning would come. അപ്പോൾ അങ്ങനെ കൊടുത്തു. ലക്ഷ്യം വരെ എത്തി. ഈ കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പാടുന്നില്ല, പാട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കുറച്ച് വലുതായ പിന്നീട് പാടിൻ്റെ സ്കാറൊക്കെ മാറി അവിടെ ഫ്ലഷ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പം അത്ര ആക്ച്വലി ലുക്കില്ല പെൺകുട്ടി. അവരവർ എന്താ പറയുക, സാറേ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് സർജറി പെൺകുട്ടിയല്ലേ, കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതല്ലേ, അത് അറിയില്ല. അങ്ങനെ മാർത്ത് വരുമ്പോൾ അങ്ങനെ തുറന്ന് പറയാം ഇങ്ങനെയുള്ള രോഗമുണ്ടായിരുന്നു, അറിയാം വരത്തില്ല ഡോക്ടർ പ്രത്യേകം പറ്റുമെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ പ്രായമായ പിന്നെ ഒരു 10-15 വയസ്സ് കഴിഞ്ഞപ്പോൾ കുട്ടിക്ക് സ്കാറിൽ മാറ്റങ്ങൾ വന്നു, ഡിസ്കളറേഷനൊക്കെ മാറി. ആ പടം എനിക്ക് അയച്ചു തരാൻ വേണ്ടി അയച്ചു തന്നിട്ടില്ല. ഇല്ലെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് മെസ്സേജ് ഇട്ടിരുന്നു, മെസ്സേജ് റിപ്ലൈ വന്നിട്ടില്ല. പിന്നെ കാഴ്ചമ്മ ബ്ലാഡർ മറ്റേ സെക്കൻഡ് കേസാണ്. ബ്ലാഡറിൽ വന്നു. ഇത് 85 year ഓൾഡ് ഏജ്. നമ്മളടുത്ത് വരുന്ന ഒന്നില്ലെങ്കിൽ ടെർമിനൽ സ്റ്റേജ് ആയിരിക്കും, അല്ലെങ്കിൽ ടെർമിനൽ ഏജ് ആയിരിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ ദുഃഖമായ കാര്യം അതാണ്. ക്യാൻസറൊക്കെ വന്നതിൽ ആ ഓൾഡ് ഏജ് വരുന്ന ക്യാൻസറാണ്. ഇപ്പം ബ്ലഡ് ക്യാൻസർ, ബ്ലാഡർ ക്യാൻസറിനൊക്കെ ചിലവർക്ക് വളരെ ഏജിലെ വെച്ച്, ചിലർക്ക് ചെറുപ്പത്തിൽ കാണാം. എൻ്റെ ഒരു ഫ്രണ്ടിന്, ആലപ്പുഴ ഫ്രണ്ടിന് ക്യാൻസർ ബ്ലാഡറിൽ ചെറുപ്പത്തിലേ വന്നു, ഒരു 40 years വന്നു. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്തു. ഇത് 85 years ആവുന്നത് മെയിൽ പേഷ്യൻ്റ് ഡിപ്പാർട്ട്മെന്റ് 213 presenting with hematuria and pain while urinating. എപ്പോഴും മൂത്രമൊഴിച്ചാലും ബ്ലഡ് പോവാനും പെയിൻ while urinating. He had a frequent urge to urinate, impeded flow of urine. Urine flow is interrupted in between the unfinished sensation after passing urine. ഫിനിഷ് ചെയ്ത പോലെ ഫീലിംഗ് ഉണ്ടാവില്ല, പിന്നെ ബാക്കിയുള്ള പോലെ ഫീലിംഗ് അവർക്ക് ഉണ്ടാവില്ല. അങ്ങനെ യൂറിനിൽ വന്നാലും നെക്സ്റ്റമിക്ക് വരാറുണ്ട്. നെക്സ്റ്റമിക്ക് കൊടുത്തില്ല, കാരണം അത് ഈ പോകുന്നുണ്ട്. അങ്ങനെ he also had a burning pain in the epigast region, pain empty stomach at night, pain empty stomach at night, several irritations. He is an obstinate, short-tempered person. ആ ഏജിലും മക്കളെയും ചെറുമക്കളൊക്കെ ഭയങ്കര ശകാരിക്കുകയും ഭയങ്കര കർശനമായിട്ട് നിൽക്കുന്ന ആളാണ്. എനിക്കൊന്ന് ഒരു പഴയ പട്ടാളക്കാരനായിരുന്നു. അതിൻ്റെ പേരിൽ ആ ഒരു കാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അവർക്കുണ്ടായിരുന്നു. അയാളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ 10-65 വയസ്സുള്ള മകനം ഉണ്ടായിരുന്നു. അയാളെ വരെ നിലക്കെടുത്ത് വേണം മാറി. ഇയാളെ വണ്ടി കെട്ടിപ്പിടിക്കും, നമ്മളൊക്കെ കൈ ബാക്കി കെട്ടി മാറി നിൽക്കുകയായിരുന്നു. അപ്പം നീ മനസ്സിലായി ആളെ കുറച്ച് ഇതുവാനാണെന്നുള്ളത്. His appetite is reduced and he does not feel his food tasty. എപ്പോഴും ടേസ്റ്റ് ഇല്ല. ആഹാരം കൊടുത്താലും എല്ലാണ്ട് വഴക്കാം. ആഹാരം നല്ലോണം തരത്തില്ല, നഷ്ടപ്പെട്ട ആഹാരം എനിക്ക് എല്ലാവരും കൊണ്ട് വഴക്കാം. His bowel movements are difficult. He was a trained to load to fast food. World trained
അവരെ കൊണ്ട് ഒരുപാട് വെള്ളം കുടിപ്പിക്കുമായിരുന്നു. 3 ലിറ്ററൊക്കെ വെള്ളം കുടിപ്പിക്കുമായിരുന്നു. വെള്ളം കുടിച്ചാലും മുത്തിനും ബോർഡും മല ബോർഡും അല്ലെങ്കിൽ മല പോകാൻ പ്രയത്നം. വെള്ളം കുടിക്കില്ല പറ്റും. വെള്ളം വളരെ കുറച്ചേ കുടിക്കുള്ളൂ. എന്നോട് ഇരുത്തിയിട്ട് ഒരു 2-3-4 ഗ്ലാസ് അടുപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ വൈകുന്നേരമായപ്പോൾ ഞാൻ അന്ന് ഒബ്സർവ് ചെയ്യാൻ ഇവിടെ നിർത്തിയിരുന്നു. അഡ്മിറ്റ് ചെയ്യില്ല, ഒബ്സർവ് ചെയ്യാൻ നിർത്തിയിരുന്നു. വൈകുന്നേരം അപ്പം കൂടുതൽ പാസിൻ്റെ പോയത്. കാരണം അതിനിടയ്ക്ക് 4-5 ഗ്ലാസ് വെള്ളം ഞാൻ കുടിപ്പിക്കുകയാണ്. അങ്ങനെ വയറ്റിൽ പോയായിരുന്നു. Unfinished sensation after food. അവിടെയുണ്ട്. His sleep is reduced and disturbed due to the frequent urination. ഇവിടെ നിങ്ങൾക്ക് ഒരുപക്ഷെ മരുന്ന് വരുന്നത് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ വരാം. ഞാൻ കൊടുത്ത മരുന്ന് ഞാൻ കൊടുത്തതിന് ചെറിയൊരു ഈ സെൻട്രൽ കൊണ്ട് സർജറി പോസ്റ്റേറ്റ് ഇല്ലാത്തതുകൊണ്ട് some 15 years before. Few years back, USG studies revealed irregular hypoechoic souls arising from the right lateral wall of bladder. Lateral wall is a projection of hyperechoic growth and cancer projecting into the lumen of bladder. ആ ലൂമലിന്റെ ബാറ്ററിൽ ബ്ലീഡിങ് ഉണ്ടാവും, കൾച്ചറുണ്ടായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. കൺസേണിങ് ഹിസ് ഏജ് ഹി വാസ് നോട്ട് അഡ്വൈസ് ടു അത് അവര് എളുപ്പ ഡോക്ടർമാരും പറഞ്ഞ് ട്യൂബിട്ട് പരിശോധിക്കാൻ വേണ്ടി സമ്മതിച്ചില്ല. അങ്ങനെയാണ് എൻ്റെ അടുത്ത് കൊണ്ടുപോകുന്നത്. അയാൾ അക്സെപ്റ്റ് ചെയ്തില്ല. അങ്ങനെയാണ് ഹോമിയോപ്പതിക്കാർക്ക് തോന്നുന്നത്. ചിലപ്പോൾ അലോപ്പതി പോയല്ലേ. അങ്ങനെ അവരെ സഹകരിക്കാത്തതിന് പേരിൽ എൻ്റെ കൊണ്ടുപോകും. ഞാനും പറഞ്ഞാൽ സംഗതി മനസ്സിലാക്കണമെങ്കിൽ ഇത് വേണം. പക്ഷെ ലോകത്തിൻ്റെ കാറ്റൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സംഗതി ഇത് തന്നെയാണ്. ആ ഏജ് ആയതുകൊണ്ട് ഞാനും പറഞ്ഞു വെക്കില്ല, കഷ്ടപ്പെട്ടെടുക്കാം. Medicine was selected considering the symptoms, severity, and the advanced pathology. Event was started with the calcium 1 2 doses, followed by Tuja therapy. Tuja കൊടുക്കാതെ മനസ്സിലായി. calcium ഞാൻ കൊടുത്തത് അതിൻ്റെ കാറ്റസ് വീട്ടിൽ കൊടുത്തതാണ്. ഇപ്പോഴും കൊടുക്കാറുണ്ട് ഞാൻ സാധനങ്ങൾ. തുജ കൊടുക്കാനുള്ള കാരണമാണ് ക്യാരക്ടറാണ്, പെയിനാണ്, ഫെനറ്റിക് ക്യാരക്ടറാണ്. ഫിലോസഫിക്കൽ എന്നും ഫിലോസഫിക്കൽ പത്തനം പറയാം. ഭയങ്കര അഡമന്റ് ക്യാരക്ടറാണ്. ആൾക്കാർ ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ 10-60 വയസ്സന്മാരുണ്ടെങ്കിൽ അവരെയും പറഞ്ഞ് നിർത്തുന്ന രീതിയിൽ നിർത്തുള്ളൂ. നമുക്ക് പേടിയാണ് മനുഷ്യൻ. അതുകൊണ്ട് പേരിലാണ് ഞാൻ തുജ തെരഞ്ഞു കൊടുത്തത്. സന്യാസിമാർക്ക് അസുഖം വന്നാൽ പൂജ കൊടുത്താൽ പെട്ടെന്ന് മാറാറുള്ളൂ. എനിക്ക് ഒരുപാട് സന്യാസിമാരുടെ ചില ചിരിച്ചുണ്ടായിരുന്നു. അവർ ബ്ലാഡർ ക്യാൻസർ വന്നിട്ട് ഞാൻ സന്യാസിയായെന്ന് അവരെ ഫിലോസഫിക്കൽ സംസാരം കേട്ട് കഴിയാൻ മനസ്സിലാവും. അണ്ടമെഡിസിൻ്റെ ഈശ്വരൻ ഉണ്ട് ഭയങ്കര. അവർ പറഞ്ഞ ഈശ്വരനാണ് ഏറ്റവും നല്ല ഈശ്വരൻ. അവർ പറഞ്ഞ ഈശ്വരനെ കൊണ്ട് പറ്റുള്ളൂ എല്ലാ കാര്യങ്ങളും ആ രീതിയിൽ പറഞ്ഞു. അത് മുസ്ലിംസിനുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്, ഹിന്ദുക്കളും ഉണ്ട്. മുസ്ലിംസിലെ ആൾ പറയാം എല്ലാം പറയുന്നത് അള്ളാനെ കൊണ്ട് പറ്റുള്ളൂ. പെട്ടെന്നുള്ള കാര്യമുണ്ട്. ശരിയാണെങ്കിൽ ക്രിസ്ത്യൻസ് എന്ന് പറയും യേശു അങ്ങനെ പറ്റുള്ളൂ എല്ലാ കാര്യം. അവിടെ യഹോവയ്ക്ക് സ്ഥാനമില്ല, യേശുവിൻ്റെ സ്ഥാനമില്ല. ഹിന്ദുക്കളാണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ശ്രീകൃഷ്ണനായിരിക്കും, അല്ലെങ്കിൽ പരമശിവനായിരിക്കും. കൂടുതലും പരമശിവന്മാരാണ് കൂടുതൽ ഈ അടവഴ്ത്തി കാണിക്കുന്നത്. ശിവന്റെ ആരാധനയാണ് കൂടുതൽ അടവഴ്ത്തി കാണിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു അടവഴ്ത്തി വെച്ചിട്ടാണ് പൂജ കൊടുക്കാനുള്ള കാരണം. ഈ ഹെമറ്റോറിയ subsides within few days itself. Pain while urinating was also relieved in a month. ഒരു മാസം കൊണ്ട് എനിക്ക് നല്ല റിലീഫ് ഉണ്ടായി. വെരി ഹാപ്പി വിത്ത്. After 3 months, he started showing improvements for his urinary complaints, such as hesitancy, impeded and the interrupted flow of urine. In between, he had some heartburns and sour infections for the Apis nigra sativa. അങ്ങനെ ചില ആളുകൾ ഒരു അഡമിൻസി ഉണ്ട്, നമ്മുടെ ഡോക്ടർമാർക്ക് ഒരു അഡമിൻസി ഉണ്ട്. ഒരു മരുന്ന് കൊടുത്താൽ പിന്നെ ഒരു വിധത്തിലും മരുന്ന് മാറും. എന്തൊക്കെ സിംറ്റം പേഷ്യൻ്റ് പറഞ്ഞാലും മാറ്റില്ല. എനിക്കും നമുക്കും അങ്ങനെയല്ല. റിലാക്സ്ഡ് മൈൻഡാണ് ഞാൻ. അപ്പം പൂജ കൊടുത്തെന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നും മരുന്ന് കൊടുക്കണ്ടെന്നുള്ള അഭിപ്രായം എനിക്കില്ല. സിംറ്റംസ് വളരെ ബുദ്ധിമുട്ടുണ്ട് പോയിക്കൊണ്ട് ആ ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുക. അവര് നമ്മുടെ എതിരാ വരുന്നത്. നമ്മളിന്ന് വരാനുള്ള കാരണം അവരെ ബുദ്ധിമുട്ട് മാറാൻ പറ്റിയാണ്. ആ ബുദ്ധിമുട്ട് ആ പ്രിൻസിപ്പിൾ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാം. ഹോമിയോപ്പതി പ്രിൻസിപ്പിൾ വിടാതെ നമുക്ക് സഹായിക്കാൻ പറ്റും. അപ്പം ആ ഭയങ്കര ഹാർട്ട് ബേണും സെർവൽ ഇറിറ്റേഷൻസും വന്നതിനൊക്കെ അതിന് വലിയ നാപ്പീസ് നൈഗ്ര 30 വാസ് ഗിവൺ. ഇത് 4-5 ഡോസ് കൊടുത്തിട്ടുള്ളൂ. അത് കൺട്രോളായി.
വീണ്ടും കാഴ്ചവശം 1 മാസം റിപ്പീറ്റഡ് 1 year 106 months. മലാൻഡറിന്റെ മണ്ണ് ഫോർ സ്പ്രെഡ് അറസ്റ്റിംഗ് ദ സ്പ്രെഡിങ് ആൻഡ് മെറ്റാസ്റ്റാസിസ് കണ്ടീഷൻ. മലാൻഡറത്തിന് അങ്ങ് ഭയങ്കര ഒരു ശക്തിയുണ്ട്. മെറ്റാസ്റ്റാസിസ് വരുന്നതാണെങ്കിലും കൺട്രോൾ ചെയ്യും, വന്നിട്ടുണ്ടെങ്കിലും കൺട്രോൾ ചെയ്യും. അത് വരാത്ത കേസാണെങ്കിൽ ഉണ്ടാകില്ല, വന്ന കേസാണെങ്കിൽ കൺട്രോൾ ചെയ്തു. മലാൻഡർ ഒരു സിമ്പിൾ കേസ്. പണ്ട് മെഡിസിൻ കൊടുത്തിരിക്കുന്നത് സൂച മാത്രമാണ്. ബാക്കിയെല്ലാം നമ്മൾ അയാൾ ക്യാൻസറിന്റെ കണ്ടീഷൻ വിട്ടിട്ട് കൊടുത്ത കേട്ടില്ല. അത് ആർക്കും എപ്പോഴും ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അത് പഠിച്ചവർക്ക് നല്ലതാണ്. മലയാളത്തിനെ പറ്റിയുള്ള നോട്ട് എവിടെ നിന്നും കളക്ട് ചെയ്ത് അതൊക്കെ കളക്ട് ചെയ്ത് വായിച്ചു കൊടുക്കുക നല്ല കാര്യമാണ്. കാഴ്ചവശത്തെ പറ്റിയും നല്ലൊരു ഒരു നോട്ട് ഉണ്ടാകും. ആ നോട്ട് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചില സ്കിൻ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ കാഴ്ചവശത്തെ കൊണ്ട് മാറ്റുന്നുണ്ട്. ചില പനി വരുന്നത് ഒരു ഫാമിലിയിലെ ഒരു മദറിന് ക്യാൻസറാണ്, ഫാദറിന് ബ്ലാഡർ ക്യാൻസർ, മദറിന് ബ്രസ്റ്റ് ക്യാൻസർ. കുട്ടിക്ക് ഒരു മകൾക്ക് പഠിക്കുന്ന കുട്ടിക്ക് പനി വന്നാൽ മാറില്ല. എന്തെല്ലാം ആന്റിബയോട്ടിക്സ് കൊടുക്കും, അത് കൊടുക്കും, ഇത് കൊടുക്കും, എല്ലാം വേണം. ഹോമിയോപ്പതി ഡോക്ടർമാർ വല്ലതും എൻ്റെ ടീച്ചേഴ്സ് വല്ലതും നോക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് വന്നാൽ ശരിക്കും ഞാൻ ഒരു ദിവസം കാഴ്ചവശം കൊടുത്തു. ഒരു ദിവസം കൊടുത്തുള്ളൂ, പനി വന്നിട്ടില്ല. 3rd day മുതൽ പനിയില്ല. പിന്നെ ഇപ്പൊ എപ്പോഴും ഉച്ചശേഷം പനി ഉണ്ടാകും. ആ പനിക്ക് വേണ്ടി പത്തിങ് ആക്കാറില്ല, ആഹാരം കഴിച്ചുകൊണ്ട് പോകും, കുഴപ്പമില്ല, ഇറച്ചി കഴിക്കും, മീൻ കഴിക്കും, മതി. അപ്പൊ അങ്ങനെ മരുന്നാണ് അതിൻ്റെ. MBS Naker 30 was given. Cancellation Vannam again repeated. Melantonin was repeated. അപ്പൊ അവിടെ എല്ലാം ഞാൻ ദൂജ വിട്ടിട്ടില്ല കേട്ടോ. Later he showed much improvement in his ailments. When he solved hypertension and the giddiness, hypertension ഉണ്ടായിരുന്നു ഒരിക്കൽ വന്നപ്പോഴേ, അതിന് ഗിഡ്നസ് ഉണ്ടായിരുന്നു, ഒരു തലയ്ക്ക് ഒരു വരം ഉണ്ടായിരുന്നു, ഞാൻ കുണിയും വെട്ടിക്കൊണ്ടായിരുന്നു. വെട്ടിക്കൊണ്ടാണെങ്കിൽ എണ്ണിച്ചോണ്ട് തല ഇറക്കാണ്ട് പിടിക്കണം. ഏജായി, ഏജിനാണെന്ന് പറഞ്ഞാൽ അത് വെച്ചിട്ടുണ്ടല്ലോ. ഏജാണെങ്കിൽ നമുക്ക് കൊടുക്കാം, ഏജിന് കൊടുക്കുന്ന വല്ലുണ്ട്. ഒരു ദിവസം കോണിയം 1/20 കൊടുത്തു, കൊടുത്തോളൂ. അതായത് തലവേദനയും മാറി, ആ ഗിഡ്നസും മാറി, വറ്റിക്കുകയും മാറി. ലാറ്റർ ഇൻവെസ്റ്റിഗേഷൻ ആഫ്റ്റർ 5 years, 85-5 90 വയസ്സ് കേട്ടോ. ഷോർട്ട് മാർക്ക് റിഡക്ഷൻ ഇൻ ദ സൈസ് ഓഫ് ദ ട്യൂമർ മാസ്. അത്ര ഏജായപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞ് ഇതേക്ക് മതി, അസുഖമൊന്നും ഇല്ലല്ലോ, ഞാൻ ഡോക്ടറിനെ ഇടയ്ക്കൊന്നും കണ്ടോളാം പറഞ്ഞാൽ പുള്ളി അങ്ങനെ 5 വർഷം ഞാൻ ചെയ്യാം. 5 വർഷം പുള്ളിയും മടുത്തു. ആ ട്രീറ്റ് ചെയ്യുന്ന എല്ലാവരും മടുക്കുമല്ലോ, ഏജുമാണ്. ഇതാണ് ബിഫോർ ട്രീറ്റ്മെന്റിനുള്ള അളവും കാര്യങ്ങളൊക്കെ. ഇതുപോലെ കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ ബ്ലാഡറിൻ്റെ ഗ്രോത്ത് 8.4 into 4.7. അതാണ് ഗ്രോത്തിന് സൈസോട് പറയുന്നത്. ഇത് എൻ്റെ ബ്ലാഡറിൻ്റെ സൈസ് 5.9 ആയിട്ട് പറഞ്ഞുള്ളൂ കേട്ടോ. 8.4 5.9 into 3.2 4.2 അതായിട്ട് പറഞ്ഞുള്ളൂ. പക്ഷെ പേഷ്യൻ്റ് നല്ല ആശ്വാസമുണ്ട്. ബ്ലാഡറിൽ ഒരു വലിയ കട്ടി നിൽക്കുമ്പോൾ വലിയ പ്രയാസം ഉണ്ടാവില്ല. പിന്നീട് എൻ്റെ ഫൈനൽ റിപ്പോർട്ട് കൺക്ലൂഷൻ: മൈൽഡ്ലി ഇൻക്രീസ്ഡ് bilateral renal cortical echostructure. bilateral renal cortical cyst ഉണ്ടായിരുന്നു. ഏജ് ആകുമ്പോൾ അത് ഉണ്ടാവും. ബ്ലാഡർ വാസ് റിഡക്ഷൻ ഉണ്ട്. ഇത്രയും വ്യത്യാസം കണ്ടിട്ട് ആ രോഗി ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ് ആയില്ല, പക്ഷെ നിർത്തേണ്ടി വന്നു. കാരണം മതിയായോ, അവിടെ ആരും പറഞ്ഞാൽ ഇപ്പം അസുഖമൊന്നും ഇല്ലല്ലോ, ഇനി വല്ല കൂടുതൽ കഴിക്കേണ്ട ആവശ്യമില്ല. ആ രീതിയിലുള്ള ഡയബറ്റിക് ആയിട്ടും കൂടെയാണ് അങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് പോയി വരും. ഇതാണ് 2 കേസ്. സിമ്പിൾ കേസാണ്, നമുക്ക് ഡിസ്കസ് ചെയ്യാം. നേരത്തെ പോലെ കുട്ടികളെ കുറിച്ച് പറയാം. ഹലോ, കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കാം സർ. നമുക്ക് ഇന്നലത്തെ പോലെ തന്നെ ഹാൻഡ് റൈസ് ഒന്നും വേണ്ട, കുശലം പറഞ്ഞിട്ട് അങ്ങനെ പോകുന്നതായിരിക്കും. ഓരോ ചോദിക്കാൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയും ചെയ്യാം. അപ്പൊ പുതിയ സംഗതികൾ വന്നുകൊണ്ടേയിരിക്കും.
ഞാൻ ഉണക്കമീൻ്റെ കാര്യം പറഞ്ഞതോ ഉണക്കമീൻ്റെ കാര്യം സ്മോക്ക് പറഞ്ഞതോ സ്മോക്ക് ഫിഷ് പതിവായിട്ട് കഴിക്കുന്നവർക്ക് സ്tomach ക്യാൻസർ ഒരു 95% പ്രതീക്ഷിക്കാം കേട്ടോ. അത് പറഞ്ഞ് കൽക്കരി പോസ്റ്റ് 10 mm 15 കൊടുത്താൽ ആ ടെൻഡൻസി മാറുകയും ചെയ്യും. സ്മോക്ക് ഫിഷ് കഴിക്കുന്ന ക്രേവിങ് മാറും. ഇപ്പം വീട്ടിൽ പച്ചമീൻ പൊരിച്ചു വെച്ചാലും കഴിക്കില്ല, ഉണക്കമീനുണ്ട് അത് കഴിച്ചോളൂ. ഇറച്ചി കൊടുത്താൽ കഴിക്കില്ല, ഉണക്കമീനുണ്ടെങ്കിൽ കഴിച്ചോളൂ. ഉണക്കമീൻ എത്ര മോശപ്പെട്ടാണെങ്കിൽ അത് വേണം, അതിന് മണം കിട്ടിയാൽ മതി കഴിക്കാൻ വേണ്ടി. അങ്ങനൊന്ന് പറയാറുണ്ട്, വെച്ചെന്ന് പറയാറുണ്ട്. ഞാൻ അവരെ ആ ക്രേവിങ് ഈ കൽക്കരി പോസ്റ്റ് 10 mm 15 mm കൊടുത്ത് മാറ്റില്ല, 10 കൊടുത്ത് പിന്നെ 15 കൊടുത്താൽ മാറിപ്പോകില്ല. അതുകൊണ്ട് അവർക്ക് പലപ്പോഴും ക്യാൻസറിന് മാറ്റം ഉണ്ടാകുന്നു. ഭാവിയിൽ അവർ ക്യാൻസർ ഉണ്ടാകുന്ന ടെൻഡൻസിയാ മാറുന്നത്. നമ്മുടെ പല ഹോമിയോപ്പതി മരുന്നും അങ്ങനെ ഉണ്ട്, നമ്മൾ കൂടെ മനസ്സിലാക്കാത്ത ചെയ്യണം. കൊച്ചു കുട്ടികൾക്ക് കണ്ടമാനം വിയർക്കെന്ന് പറയുന്നത്, ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം കണ്ടുപിടിച്ചാൽ വിയർക്കുക, തല മുഴുവൻ വിയർക്കുക, ആഹാരം കഴിക്കുന്ന തല വിയർക്കുക, കുളിച്ച് മണം വരിക. നമ്മൾ ഉടനെ കൽക്കരിക്കാലം കൊടുക്കും അല്ലേ, അതൊക്കെ മാറുകയും ചെയ്യും. 3-4 ദിവസം കൊടുത്ത് കഴിയുമ്പോൾ കൽക്കരിക്കാലം മാറും. കൽക്കരിക്കാലം എല്ലാം മാറിയിരിക്കുന്നത് ബ്രെയിൻ ട്യൂമറാണ്, അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ ഉണ്ടാകുന്ന ഡിഫക്റ്റാണ് മാറിയിരിക്കുന്നത്, നമ്മൾ മാറ്റിയിരിക്കുന്നത്. ഒന്ന് കിടന്ന് മൂത്രയിക്കുന്ന പിള്ളേരുണ്ടാവും. ചെറുപ്പത്തിലെ പിള്ളേർക്ക് ഒന്ന് കുഴപ്പമില്ല, പോകും, അവർ കിടന്ന് മൂത്രമൊഴിക്കാം, ഒരു അവകാശമാണ് അവർ കഴിക്കുന്ന കേട്ടോ. 5-6 വയസ്സ് കഴിഞ്ഞിട്ട് പിന്നെ ഒഴിക്കുക, പിന്നെ അതിനേക്കാളും പ്രായമുള്ള കഴിക്കുക. എൻ്റെ അടുത്ത് ഒരു 18 വയസ്സുള്ള പെൺകുട്ടിയെ കൊണ്ടുപോയി മൂത്രമൊഴിക്കാനായിട്ട്. ഞാൻ ചോദിച്ചപ്പോൾ ചെറുപ്പം പോലെ ഒഴിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഒഴിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ കല്യാണം കഴിച്ച് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ആ കുട്ടി വയസ്സിനെ ചോദിച്ചപ്പോൾ പറഞ്ഞറിയാം, കാരണം എനിക്ക് വേറൊന്നുമല്ല, ഞാൻ ഉറങ്ങിക്കഴിഞ്ഞ് 1 വർഷം കഴിച്ച് കഴിയുമ്പോഴേക്കും ഞാൻ എണീറ്റ് ബാത്റൂമിൽ പോകുന്നതായിട്ട് കാണും, ഞാൻ ഉടനെ ഒഴിക്കും. നമ്മൾ ബാത്റൂമില്ല, അല്ല ബെഡ് ഞാൻ ഒഴിക്കുന്നത്, ഞാൻ സ്വപ്നം കാണുന്ന അങ്ങനെയാണ്. ഞാൻ ക്രിയോസോട്ട് 10 കൊടുത്തു കഴിഞ്ഞപ്പോൾ അതും മാറി. അതെ, ക്രിയോസോട്ട് 10 കൊടുത്തപ്പോൾ ആ സ്വഭാവം മാറി. അപ്പം ആ കുട്ടിക്ക് പിന്നീട് ഞാൻ ഇത് കൊടുത്തിരുന്നു, ഗ്രാഫൈറ്റിസ് 10 കൂടെ കൊടുത്തത് ഇൻഡ്യൂഷൻ വന്നു ചെയ്തു. ഉറപ്പാണ് ആ കുട്ടിക്ക്, ഇപ്പം കുട്ടിക്ക് പ്രായമായി കാണും, 40 വയസ്സൊക്കെ അയക്കണം, കുട്ടിയുടെ തള്ളയും അമ്മൊക്കെ അയച്ചിട്ടുണ്ടാവും. പക്ഷെ അവർക്ക് യൂട്രൈൻ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യതയാണ് മാറ്റി. നമുക്ക് അസന്നദ്ധമായിട്ട് പറയാൻ പറ്റും. പുരുഷന്മാർക്കാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ് മാറുന്നത്. പുരുഷന്മാർ കുറച്ച് പ്രായമുള്ള പിള്ളേർ മൂത്രമൊഴിക്കുകയാണ്, കിടന്ന് മൂത്രമൊഴിക്കാൻ ഇതെല്ലാം ഇപ്പം മണിയൊക്കെ വെച്ചിട്ടുണ്ട് അലോപ്പതിക്കാർ, മണി വെച്ചോളാം. ഇൻഡക്ഷൻ വരുമ്പോഴത്തേക്ക് ഇൻഫ്യൂഷൻ മൂത്രമൊഴിക്കാനുള്ള ടെൻഡൻസി വരുമ്പോൾ മണി അടിക്കും, മണി കൊണ്ട് കുട്ടി അടിക്കും, അല്ലെങ്കിൽ അടച്ചു പോകാം മൂത്രമൊഴിക്കാൻ. അത് അപകടമാണ്, ബ്രെയിനിന് വരെ കുഴപ്പമുണ്ടാക്കുന്ന മതിയാണ്. മൂത്രമൊഴിക്കാൻ വേണ്ടി ടെൻഡൻസി വരുമ്പോഴേക്ക് ഈ മണി അടിക്കുമ്പോൾ മൂത്രമൊഴിക്കില്ല, കുട്ടി അടച്ചു പോകും. ഈ അടച്ചു പോകുന്ന എഫക്ട് ചെയ്യുന്ന ബ്രെയിനിലാണ്. പിന്നെ ബ്രെയിൻ ട്യൂമറായിട്ടോ അല്ലെങ്കിൽ ബ്രെയിനിൻ്റെ അസുഖമായിട്ടോ അല്ലെങ്കിൽ മനസ്സിലായിട്ടോ മാറാൻ സാധ്യതയുണ്ട്. പുതിയ മെത്തേഡ് ഇറക്കിയതായിരുന്നു മോഡേൺ സയൻസുകളുണ്ട്. മോഡേൺ സയൻസിൽ പലതും തെറ്റായതായി. അപ്പം അഡ്നോയിഡ്സിനെ മിക്ഷം വെച്ചിട്ടില്ല, രാത്രി വെക്കുമ്പോൾ കിടന്ന് തുടങ്ങുക, പുറക്കം വലിക്കാതിരിക്കാൻ, ആൻറ്റി സ്നോറിങ് എന്തോ നല്ല വിലയുണ്ടായിരുന്നു. പുറക്കം വലിയില്ല, കൂടെ ഉള്ള വൈഫിനോ ഹസ്ബൻഡിനോ സുഖമായിട്ട് തുടങ്ങാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് വളരെ ദോഷം ചെയ്യും. സൈനസ് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, കോൺട്രൽ ട്യൂമർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ഈവൻ ലങ്സിന് അസുഖം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലങ്സും ബ്രെയിനും കൂടെയാണ് വരുന്നത്. അത് നമ്മൾ മരുന്ന് കൊടുത്താൽ മാറും. കൽക്കരി അയഡേറ്റം കണ്ണുടച്ചു കൊടുക്കാമല്ലോ, കണ്ണുടച്ചു കൊടുക്കാൻ പറ്റിയ മരുന്നാണ് കൽക്കരി അയഡേറ്റം. വണ്ണം പൊട്ടൻസി ഒരു 15 days ഇൻ്റർവെലായിട്ട് കൊടുക്കും. 5-6 മാസം കൊണ്ട് 2 മാസം കഴിയുമ്പോൾ പെയിൻ അത് പറയും, തോന്നി 50% കുറവുണ്ടെന്ന് പറയും. ഗ്രോത്താണ് കാരണം. അഡ്നോയിഡ്സ് അത് സർജറി ചെയ്താൽ പിന്നെയും വരും, ഗ്രോത്താണ് കാരണം. അത് കണ്ണുടച്ചു കൊടുക്കാൻ പറ്റിയ മരുന്നാണ് കൽക്കരി അയഡേറ്റം. നോക്കും, എല്ലാവർക്കും ആക്ഷൻ ഉണ്ടാവും. പിന്നെ എന്താണ് ഇതിന് കഥ പറയാൻ പറ്റിയത്? ഫൈസൽ ചോദ്യം വന്നാൽ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരും. കേൾക്കാം സാറേ, കേൾക്കാം. കേട്ടാ പോലെ ചോദ്യം വരണം. അതെ, ഞാൻ എന്റെ സ്റ്റോക്ക് തീർത്ത് വെച്ചിരിക്കുകയാണ്. ഇനി നിങ്ങൾ പറഞ്ഞാലേ സ്റ്റോക്ക് പറ്റുള്ളൂ.
Talk gets on order. Dr. T.N. Sridharakurup. Hand raise. Sorry. Okay. Faisal. സാറേ ഫസ്റ്റ് കേസില് ബ്രോമിയം കൊടുത്തിട്ടുണ്ട്. പരോട്ട് അതെന്താ ബ്രോമിയം കൊടുക്കാം? ബാക്കിയൊക്കെ എനിക്ക് മനസ്സിലായി. ക്യാരറ്റ് വെച്ച് കൊടുത്ത കുട്ടിയുടെ കണ്ണുണ്ടായിരുന്നു, ഒരു പൂച്ചക്കണ്ണിയാണ്, നല്ല ഫെയർ ലുക്കാണ് കുട്ടി. ആ ഏജ് ആണെങ്കിലും ഒരു ചെറിയ ഇമ്പം തുളുമ്പുന്ന മുഖമാണ്. അപ്പൊ കൂടെ കൂടെ കരച്ച് ചുമയുണ്ടായിരുന്നു കുട്ടിക്ക്. അവിടെ ബ്രോമിയം കൊടുക്കാനുള്ള കാരണം ചിലപ്പോ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാല് മറ്റുള്ള കേസുകൾ പെട്ടെന്ന് മാറ്റം ഉണ്ടാകും. ബ്രോമിയം കൊടുത്തേ പിന്നെയാണെന്ന് തോന്നുന്നു കുട്ടിക്ക് പെട്ടെന്ന് ഒരു മാറ്റം വന്നത്. റിഡക്ഷൻ ഓഫ് ഗ്രോത്തിന് വളരെ മാറ്റം വന്നു. ചിലപ്പോ ഈ ഇൻഡ്യൂഷൻ പ്രകാരമാണ് മരുന്നുകൾ വരുന്നത്. ചിലപ്പോ ചില പേഷ്യൻസിന്റെ കാര്യത്തിൽ ഞാൻ വളരെ ദുഃഖിതമായിട്ട് നിൽക്കുമ്പോഴും എനിക്ക് പെട്ടെന്ന് തോന്നും, പെട്ടെന്ന് ഇൻഡക്ഷൻ പോലെ വരും. ഞാൻ ഉടനെ അവിടെ എഴുതി വെക്കും, ഇവിടെ മറന്നു വായിക്കാം. ഉടനെ അസിസ്റ്റൻസ് വിളിച്ച് പറയും, ഇന്ന മരുന്നോട് കുറിച്ച് വെച്ചേക്കണേ ആ കേസ് എടുത്തെന്ന് പറയും. അടുത്ത പ്രാവശ്യം കൊടുത്താൽ മറ്റുണ്ടാവും. അത് നമ്മുടെ ആ രോഗിയായിട്ടുള്ള നമ്മുടെ താതാത്മ്യമാണ്, നമ്മുടെ ആത്മാർത്ഥയാണ് നിൽക്കുന്നത്. ഒരു ഈശ്വരന്റെ ഒരു സാന്നിധ്യം അതിനകത്തുണ്ട്, അല്ലെ? ഈശ്വരൻ ഇടപെടലുണ്ട്. ആ രോഗികളെ അത്രത്തോളം നല്ല രീതിയിൽ രോഗിക്കണമെന്ന് ചിന്തിച്ചാല് അവർക്കുള്ള മരുന്ന് ഇങ്ങനെ നമ്മളെ ഇന്നർ മൈൻഡിൽ വരും. നമ്മൾ പഠിച്ച മരുന്ന് തന്നെയാണ്, മറന്നു പോകുന്നതായിരിക്കും. ഇന്നലെ ഞാൻ ഒരു മരുന്ന് മറന്നു പോയെന്ന് പറഞ്ഞില്ലേ, അത് ഗ്ലിസറിനം 30. അത് കൊടുത്താല് തടി തിരിച്ചു വരും, ദോഷമായ തടി തിരിച്ചു വരും. ലൈക്കോപ്പടിയും കൊടുത്ത് വണ്ണം കുറഞ്ഞു പോയി പിന്നെയും കുറഞ്ഞുകൊണ്ട് വരുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലേ, ആ കേസ് ഞാൻ കൊടുത്തത് ഗ്ലിസറിനം 30 ആയിരുന്നു. ഇന്ന് വെറുതെ പെട്ടെന്ന് ഓർമ്മ വന്നതാണ്. ഇന്നലെ പേഷ്യന്റ് അറ്റൻഡ് ചെയ്ത് പേഷ്യന്റിനെ വിളിച്ചത്, സാറാ മരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ അത് ഞാനിപ്പോൾ നമ്മൾ ഉടനെ പറഞ്ഞ ഇപ്പം വന്നില്ല, ഓർമ്മ വന്നു ഗ്ലിസറിന്. ഞാൻ ആദ്യമായിട്ട് എഴുതി വെക്കാന്ന് പറഞ്ഞു. സാറേ ഞാൻ ഒരു കാര്യം പറയാം, സാറിന്റെ ഈ തുറന്നുള്ള സമ്മതി ഞാൻ അങ്ങേയറ്റം അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഞാനും ഇതുപോലെ തന്നെയാ. ഒരു മരുന്നിന് എനിക്ക് ഒരിക്കലും കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. സ്റ്റേജസ് അനുസരിച്ചിട്ട് നമുക്ക് പലപ്പോഴും മരുന്നുകൾ മാറ്റേണ്ടി വരും. അല്ലെങ്കിൽ അതാണ് റിലേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഡോക്ടർ. അല്ലെങ്കിൽ അവിടെ നമുക്ക് പല ഡോക്ടർമാർ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു, ഒരു ഡോസ് കൊടുത്താൽ പിന്നെ മരുന്ന് കൊടുക്കാറില്ല. ഇപ്പോഴും ഉണ്ട്, ഒരു ഡോസ് കൊടുക്കുന്ന മാസങ്ങളോളം നോക്കിയിരുന്നിട്ട്. ഒരു കേസ് എനിക്ക് ഓർമ്മ ഉള്ളത്, ഞാൻ അന്ന് ബീച്ച് ഹോസ്പിറ്റലായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു. ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തത് ന്യൂമോണിയ ആയിരുന്നു, ഡബിൾ ന്യൂമോണിയ ആയിരുന്നു. ആ കുട്ടി ഭയങ്കരമായിട്ട് ശ്വാസം പിടിച്ചുകൊണ്ട് ഫിലിപ്പസ് ആയിരുന്നു, ആരംഭം ഉണ്ടായിരുന്നു. ഫിലിപ്പസ് സാറേ ഇതൊന്നും നോക്കിയേ, ഞാൻ കൊടുത്തിട്ട് കുറയുന്നില്ല. ആന്റിൻകാർട്ട് കൊടുത്തു, ബ്രിയോണിയ കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു. ഇപ്പൊ കണ്ണു വെച്ചിട്ട് ഞാൻ ഓപ്പിയം കൊടുത്തു, സാറൊന്ന് നോക്കിയാൽ ഞാൻ കൊണ്ട് കാണിച്ചു. ഞാൻ വന്ന് ആ കുട്ടിയുടെ പൾസൊക്കെ പിടിച്ചു. പൾസ് പിടിച്ചുകൊണ്ട് കൂടുതൽ കണ്ണിനെ തുറച്ചു നോക്കി ഒറ്റ അടി അടിച്ചു. ഞാൻ ഉടനെ താഴത്ത് ഭരതനെ വിളിച്ചിട്ട് ഭരത വീട്ടിൽ പോയി മലയാളം പറഞ്ഞു. ഏതാ മരുന്ന്? ആ മരുന്ന് ഡോക്ടർ ഫിലിപ്പസ് കൊടുത്തിരുന്നു, ആന്റിബോഡി അറ്റാധികം. റെസ്പോണ്ട് ഇൻമീഡിയറ്റ് ആ കുട്ടിക്ക് ആ സമയത്ത് സെമി കോമൺ പുള്ളി അടിച്ചിട്ട് അടിക്കുക. അപ്പൊ അങ്ങനെയുള്ള മരുന്നുകൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ നിസാരം പറഞ്ഞ പല മരുന്നിനും പല സിദ്ധ ഗുണങ്ങളുണ്ട്, ഇന്റേണൽ ആയിട്ടുള്ള പല സിദ്ധി ഗുണങ്ങളുണ്ട്. ചില മരുന്നിന് നമ്മൾ ഇന്റർപ്രിട്ടേഷൻ ചെയ്യേണ്ടി വരും. ചില മരുന്ന് നമ്മൾ വായിക്കുന്ന മെഡിസിന്റെ മെറ്റീരിയൽ കാണുന്ന ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് കൊടുക്കാൻ പറ്റും. അത് പല കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്, ലാക്ടോസിന് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു റെപ്പട്രൈസേഷൻ ആണല്ലോ കൂടുതൽ ചെയ്തിട്ട് കൊടുക്കുന്നത്. അന്നൊന്നും റെപ്പട്രൈസേഷൻ ഇല്ല. കൽക്കട്ട ഡോക്ടേഴ്സ് ഒന്നും അധികം റെപ്പട്രൈസ് അന്ന് ചെയ്യുന്നില്ലായിരുന്നു, ഇപ്പൊ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ അന്നൊക്കെ ഞങ്ങൾ പഠിക്കുമ്പോൾ കൂടുതൽ റെപ്പട്രി ഒന്നും ഇല്ല, 2 or 3 ക്ലാസ്സേ ഉള്ളൂ. ഞാൻ 75 പാസ്സായതാണ്.
അന്ന് റെപ്പർട്ടറി എന്ന് പറയുന്ന 3-4 ക്ലാസ് ഞങ്ങൾക്ക് കോളേജിൽ എടുത്തപ്പോൾ പിന്നെ ഈ റെപ്പർട്ടൈസേഷനും കാര്യങ്ങളും ഒക്കെ വന്നത്. പക്ഷേ നോളജ് ഈ മെറ്റിയ സാറിന്റെ അഭിപ്രായം അതിലെന്താണ്? ഞാൻ കൂടി ചെയ്യാറില്ല. ഞാനിവിടെ എൻ്റെ അടുത്ത് ഹോസ്പിറ്റലുണ്ട്, റാഡർ ഉണ്ട്, സിമിലിയ ഉണ്ട്. ഡോക്ടർ ജോസർ റിപ്പോർട്ട് വരെ ഉണ്ട് ഇപ്പോൾ. പിന്നെ പുതുക്കിയിട്ടൊന്നും ഇല്ലാതെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഞാൻ രഞ്ജു സാറിന്റെ പെർമിഷൻ എന്നെ കേൾക്കാവോ? ഫൈസൽ. എൽദോ ഐഫോൺ എന്ന് പറയുന്ന ഹാൻഡ് റൈസ് ചെയ്ത ഒരാളുണ്ട്. അവന്റെ പേര് ആഷിഖ്. ഞാൻ ഒരു കാര്യം സാറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട്, സാറിനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി നേരിട്ട് ഒരു മകൻ ലൈവിൽ വന്നിട്ടുണ്ട്. അവൻ മലപ്പുറത്ത് പട്ടാമ്പിയിൽ നിന്നാണ്. ഈ അടുത്തായിട്ട് ആഷിഖിന്റെ ബാപ്പയുടെ വയറ്റില്, സാർ കേൾക്കുന്നുണ്ടോ? എന്നെ കേൾക്കുന്നുണ്ടോ? ചെറിയൊരു സാറിനോടാണ്. കേട്ടില്ല. സാറിനോടാണ്. അത് ആഷിഖ് വിശദീകരിക്കും. എന്തോ ഐഫോൺ ഹാൻഡ് റൈസ് ഒരു ഐഫോൺ ഇപ്പൊ ഹാൻഡ് റൈസ് ചെയ്ത് കാണുന്നുണ്ടോ? ഓക്കെ, സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ചെയ്താലായിരിക്കും. അപ്പൊ വളരെ ഈ അടുത്താണ് പിന്നെ ബയോപ്സിക്ക് പോയിട്ടാണുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ വളരെ യാദൃശ്ചികമായിട്ടാണ് ആഷിഖ് ഇപ്പൊ എന്നോട് കഥ പറയുന്നത്, ഒരുപക്ഷെ നിയോഗം പോലെ ആയിരിക്കാം എന്നൊക്കെ ഞാൻ അവനോട് പറഞ്ഞായിരുന്നു. അവൻ വളരെ മാനസിക പ്രയാസത്തിലാണുള്ളത്. ഞാൻ പറഞ്ഞു, നീ ഒട്ടും പേടിക്കണ്ട, നീ ഇപ്പൊ എന്നോട് സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ ഇതൊരു രക്ഷയുടെ ഭാഗമായിട്ടാണ് സംസാരിക്കുന്നതൊക്കെ ഞാൻ അവനെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, നിന്റെ വിഷയം എന്താണ് എന്നുള്ളത് പിന്നെ ഒന്ന് ആ ലൈവിൽ വന്നിട്ട് വിശദീകരിച്ചാൽ തന്നെ സാറിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു അഡ്വൈസ് നിനക്ക് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ കേട്ട് കാണാൻ വേണ്ടി പറയാനും ചെയ്യാം. പറഞ്ഞോളൂ. ഐഫോൺ അവൻ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. കാണാവോ? പറഞ്ഞോളൂ. ഐഫോൺ ആഷിഖ് കേൾക്കാം. ആഷിഖ് സംസാരിച്ചോളൂ. ആഷിഖ്, ഞാൻ സേഠ് സാറിനോട് സംസാരിച്ചു. ഡോക്ടർ ഇസ്മായിൽ സേഠ് സാറ് കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അനുഭവം പറഞ്ഞോളൂ. എന്നെ കേൾക്കാമോ? കാണുന്നുണ്ട്. നോക്കിക്കോളൂ. ഫോൺ നേരെ വെച്ചോളൂ. കാറിലാണെന്ന് തോന്നുന്നു അല്ലേ? സംസാരിച്ചോളൂ ആഷിഖ്. ഞാനൊരു സ്ഥലത്ത് നിർത്തിയിട്ട് ഞാൻ ഡ്രൈവിലായിരുന്നു. അതാ പറഞ്ഞ ഞാൻ ഓക്കെ. അപ്പൊ കേൾക്കാമോ? സാറേ, ഇത് ആഷിഖാണ്. പട്ടാമ്പിയിലാണ് ആഷിഖിന്റെ ബാപ്പയുടെ വിഷയം സംസാരിക്കാണ് ആഷിഖ് വന്നത്. ഇപ്പൊ ഇങ്ങനെ ലൂസ് മോഷന്റെ ഒരു ഇതായിട്ട് ഇങ്ങനെ വയറ്റിൽ പോകണ്ടായിരുന്നു. അപ്പൊ അത് കുറെ ദിവസമായി തുടങ്ങിയിട്ട്. അപ്പൊ പോയേക്കുമ്പോ ഇങ്ങനെ ഇപ്പൊ അവന്റെ ഇവിടെ വയറ്റിന്റെ അടിഭാഗത്തായിട്ടാണ് തോന്നുന്നു എന്തോ ഒരു കല്ലപ്പ് പോലെ കാണാനുണ്ട്. അപ്പൊ ഇപ്പൊ അതിങ്ങനെ ഒരു കല്ലപ്പ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാന് കോട്ടക്കൽ മിംസിൽ കൊണ്ടുപോയിട്ട് ഹോളോസ്കോപ്പി അങ്ങനെ എന്തോ ചെയ്തു. എന്നിട്ട് അതിന്റെ റിപ്പോർട്ട് ബയോപ്സിക്ക് അയച്ചിട്ടുണ്ട്. പിന്നെ വേറെ CT സ്കാനിങ് ചെയ്തു. അതിലും ഈ ഒരു മുഴ കാണുന്നുണ്ട്. അപ്പൊ ബയോപ്സി റിപ്പോർട്ട് 10 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ എന്ന് പറഞ്ഞു. ഇതുവരെ ഒന്നും അറിയില്ല എന്തൊക്കെയാണ്. ലൂസ് മോഷൻ ആണ്, ഒരു തടിപ്പ് കാണുന്നുണ്ട്. ഒരു തുടിപ്പ് ഒരു തുടിപ്പ് കാണാണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ CT സ്കാൻ ചെയ്തപ്പോഴും അതിലും ഉണ്ട് ഒരു തുടിപ്പ് കാണാണ്ടെന്ന് പറഞ്ഞു.
നമുക്ക് കൺഫേം ചെയ്യണ്ട, എന്നാലും കോളന്റുമായിട്ട് ബന്ധപ്പെട്ടാണിത്. അത് ബയോപ്സി റിപ്പോർട്ട് വന്നിട്ടേ ഭർത്താവ് പറയേണ്ട കാര്യമുള്ളൂ. അതാണ് മര്യാദ കേട്ടോ. കുറച്ച് വയസ്സ് എത്രയായി ഇപ്പൊ? 60 വയസ്സായി. 60 വയസ്സായി. മുഖത്തല്ല ചെറിയ പാടുവല്ല ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. തടി കുറഞ്ഞിട്ടുണ്ട്. അത് ഷുഗർ ഉണ്ട്. അപ്പൊ ഷുഗറിന്റെ ഭാഗമായിട്ട് തടി കുറഞ്ഞതാണെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത്. പെട്ടെന്ന് ക്ഷണിച്ചാണോ? തടി ഉണ്ടായിരുന്നു അത്യാവശ്യം. വണ്ണം കുറച്ചില് പെട്ടെന്നായിരുന്നോ സംഭവിച്ചത്? വണ്ണം കുറച്ചില് കുറച്ച് ടൈം എടുത്തിട്ട് ഇപ്പൊ നല്ല വണ്ണം കുറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് കുറഞ്ഞിട്ടില്ല. നേരത്തെ ഉള്ളതിനേക്കാൾ 10-15 കിലോ കുറഞ്ഞോ? എത്ര കിലോ കുറഞ്ഞു എന്നുള്ളതിന്റെ കണക്കറിയില്ല. പക്ഷെ കാണുമ്പോ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് സൈനാണ് ഈ രോഗത്തിന്റെ. നല്ല ബയോപ്സി റിപ്പോർട്ട് വന്നേ പറയേണ്ട കാര്യമുള്ളൂ. അതായത് നമുക്ക് മരുന്ന് കൊടുക്കാൻ പറ്റും. അത് ബയോപ്സി റിപ്പോർട്ട് കാണിച്ചാല് അങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കേസ് എടുക്കാം. എനിക്കിപ്പോ ആഷിക്കിന് കിട്ടേണ്ട ഒരു ധാരണ, അവരൊക്കെ തീർച്ചയായും അലോപ്പതിയിലേക്ക് എന്നെ കേൾക്കാവോ? കേൾക്കാം. അലോപ്പതിയെ ആശ്രയിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ് ഒക്കെ തീർത്തും അലോപ്പതിയിലേക്കുള്ള ഒരു ചാനലൈസേഷനിലേക്ക് അവർ പോകുന്നത്. അപ്പോ എന്റെ ഒരു ഉദ്ദേശം അലോപ്പതിയേക്കാൾ കൂടുതൽ ഒരു പരുക്കുമില്ലാതെ എത്രയും പെട്ടെന്ന് വാപ്പയുടെ നിങ്ങളുടെ ഇതിലും ഒഴിവാക്കണം ചിലത്. സാറേ, എനിക്ക് ഇവരുടെ തീരുമാനത്തിലേക്കാണ് സാറ് കൃത്യമായിട്ട് ഒരു അറിവ്. അവരുടെ അറിവ്, അവർക്ക് അലോപ്പതിയെ കുറിച്ചേ അറിവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അലോപ്പതിയേക്കാൾ ഫലപ്രദമായി നമുക്ക് ഹോമിയോപ്പതിയെ ആദ്യം സമീപിച്ചിട്ട് ഹോമിയോപ്പതിയെ ഒരു രീതിയിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും അഡ്വൈസബിൾ എന്ന് ഞാൻ പറഞ്ഞു. അപ്പം എന്തുകൊണ്ട് അവൻ അലോപ്പതിയിൽ നിന്ന് വിട്ട് ഹോമിയോപ്പതിയിലേക്ക് പോകണം എന്നുള്ള ഒരു ആൻസർ എന്നോട് ചോദിച്ചപ്പോഴാണ് അത് നീ ലൈവിൽ വന്നിട്ട് നിനക്കത് കൃത്യമായിട്ട് അതിനെ കുറിച്ചൊരു സ്കാൻ റിപ്പോർട്ട് കണ്ടാലും മനസ്സിലാവും. പേഷ്യന്റ് കണ്ടു കഴിഞ്ഞാൽ അത് എവിടെ നിൽക്കുന്നുള്ള മനസ്സിലാവും. പേഷ്യന്റ് ഏത് തരത്തിൽ എത്തിയെന്നുള്ള മനസ്സിലാവും കാഴ്ചയിൽ തന്നെ. ബയോപ്സി സ്ഥിതിക്ക് നമ്മൾ ബയോപ്സിയുടെ മറിച്ചിട്ട് പറയുന്നത് ശരിയല്ലല്ലോ. അത് ആത്മീകമായ കാര്യമല്ല. തീർച്ചയായും പിന്നെ രണ്ടും അറിയും. രോഗിയെ കണ്ടു കഴിഞ്ഞാല് ഡോക്ടർ ഇസ്മായിൽ സൈഡ് സാറുടെ ഒരു പഴയകാല അനുഭവം ഞാൻ പറയാം. എല്ലാ അലോപ്പതിയും എല്ലാ ചികിത്സാ ശാസ്ത്രങ്ങളും കഴിഞ്ഞ് എല്ലാവരും മരണത്തിലേക്ക് തിരിച്ചു വിടുന്ന പേഷ്യൻസ് ആണ് ഇസ്മായിൽ സൈഡ് സാറുടെ കയ്യിൽ എത്താറുള്ളതും. ഇസ്മായിൽ സൈഡ് സാറാണ് അവരെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചെടുക്കാറുള്ളതും. അപ്പൊ അത്രയ്ക്ക് ആത്മവിശ്വാസത്തോടു കൂടി 50 വർഷമായിട്ട് ഹോമിയോപ്പതി മേഖലയിൽ കേരളത്തിലുടനീളം അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തയായ ഒരു ഭിഷഗ്വരനാണ്. തീർച്ചയായും ഈ ബയോപ്സി റിപ്പോർട്ട് കിട്ടിയാൽ മൊത്തം ഫയലുമായിട്ട് കോഴിക്കോട് സാറിനെ സമീപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അലോപ്പതിക്ക് പോകേണ്ടി വരില്ല. ആദ്യം സാറിന്റെ റെഫറൻസും അഡ്വൈസും എടുത്തതിന് ശേഷം ഒരു തീരുമാനം എടുത്താൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് ഞാൻ ഇപ്പൊ പെട്ടെന്ന് അതെ ഓക്കെ. ഞാന് ബയോപ്സി റിപ്പോർട്ട് 31-ാം തീയതി വരാന്ന് പറഞ്ഞത്. അപ്പൊ അത് കിട്ടിയിട്ട് സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയ്ക്ക് ഇന്നലെ CT സ്കാൻ എടുത്തു. അതിലും കാണാണ്ടെന്ന്, ഒരു തുടിപ്പ് കാണാണ്ടെന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇല്ല, അവര് റിപ്പോർട്ട് തന്നിട്ടില്ല. ബയോപ്സി റിപ്പോർട്ട് വന്നതിന് ശേഷം രണ്ടും കൂടിയിട്ട് അവർക്ക് നോക്കിയിട്ടാണ് തരുള്ളൂ എന്നാ പറഞ്ഞു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സിംറ്റം പ്രകാരം കൊടുക്കാം. അല്ല സാറേ, ബയോപ്സി കിട്ടുന്നതിന് മുമ്പേ സാറ് വന്ന് കാണണോ, അല്ല എല്ലാ റിപ്പോർട്ടും കിട്ടിയിട്ട് വന്ന് കണ്ടാൽ മതിയോ? അല്ല, മുമ്പ് കാണുന്നത് നല്ലതാണ്. ഇപ്പോഴത്തെ 10 ദിവസം ഇല്ലേ, 10 ദിവസം ഇല്ലേ ഇപ്പോൾ ഇനി 10 days ഉണ്ടാവും. ഇപ്പൊ അയാൾക്ക് ബുദ്ധിമുട്ടുള്ള രോഗങ്ങള് വയറ്റിളക്കം ഉണ്ട്, അല്ലെങ്കിൽ വേദന നമുക്ക് ആദ്യം റിലീവ് ചെയ്യാലോ. ഇപ്പൊ സിംറ്റമറ്റോളജി ആണല്ലോ ഉള്ളത്. അപ്പൊ സാറ് ഉള്ള റിപ്പോർട്ടും കേസുമായിട്ട് സാറ് വന്നൊന്ന് കണ്ടോട്ടെ അല്ലേ? ഓക്കെ. അപ്പൊ ആഷിക്ക് ഉള്ള ഡോക്യുമെന്റും ഒക്കെ ആയിട്ട് ഇപ്പൊ കിട്ടിയ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് സാറ് വന്ന് കണ്ടു കഴിഞ്ഞാൽ സാറിന് നമ്മുടെ തീരുമാനത്തിലേക്ക് പോകാം. ഏത് രീതിയിൽ എങ്ങനെ മൂവ് ചെയ്യാന്നുള്ളൊരു രീതി ഈ സാറിന് ഫാദർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ
ആരംഭിക്കാന്ന് വിചാരിക്കാം കേട്ടോ. അതായത് എനിക്കിപ്പം ആഷിഖിനോട് പറയാനുള്ളത്, ആഷിഖ് ഇപ്പൊ തന്നെ എല്ലാം മതിയാക്കി ഉടനെ നാട്ടിലെത്തണം, ഉപ്പാന്റെ അടുത്ത് എത്തണം എന്നുള്ള ആകപ്പാട് ഒരു വല്ലാത്തൊരു വേവലാതിയിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല, നിനക്ക് ഇവിടെ തന്നെ നിൽക്കാം. അതിനുശേഷം ഈ തീരുമാനങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം നീ ഒരു തീരുമാനം എടുത്താൽ മതി. ഇവിടെ ഹോമിയോപ്പതി എന്ന് പറയുന്ന ചികിത്സ തീർച്ചയായും ആ രീതിയിൽ തന്നെ വളരെ സമാധാനപരമായിട്ട്, എന്തൊക്കെയോ ചില ആദ്യം വരികയാണ്, ആദ്യം എന്തെങ്കിലും ഒരു ബയോപ്സി റിപ്പോർട്ട് കിട്ടുക, അതിലെന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളെ കുടുംബം മൊത്തം ആദിയിലേക്ക് വീഴുക. അതാണ് ആദ്യം ഉണ്ടാകുന്നത് ഈ പറയുന്ന മറ്റുള്ള ചികിത്സ. പക്ഷെ ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം വന്ന് കണ്ട് ചികിത്സ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു മനസ്സിന്, മറ്റുള്ളവർക്ക് ഇതിനൊരു ആത്മവിശ്വാസം കിട്ടുന്ന ഒരു അന്തരീക്ഷമാണ് പൊതുവെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കുക, ഒട്ടും ഭയപ്പെടേണ്ട. തീർച്ചയായും സേട്ട് സാറിന്റെ ഒന്ന് വാപ്പ വന്ന് കണ്ടാൽ മതി, അതോടുകൂടി നിനക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമാവും. മനസ്സിലായോ? ഓക്കെ പെരുന്നാള് കഴിഞ്ഞിട്ട് കാണാൻ പറയാം. ശരി, കോഴിക്കോട് വന്നാൽ മതി. ഞാൻ ഫുൾ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും ഞാൻ വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ ഓക്കെ ഓക്കെ, വളരെയധികം സന്തോഷം ഇങ്ങനെ ഗൂഗിൾ മീറ്റിൽ പങ്കെടുക്കാൻ സാധിച്ചേ. ഷെയർ ചെയ്യാൻ സാധിച്ചു. ഓക്കെ, താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി സാർ, ഇനി ഉള്ളത് ജാക്സൺ ഡിസിൽവ. ഡോക്ടർ ജാക്സൺ ഡിസിൽവ. ഹലോ, അൺമ്യൂട്ട് ചെയ്യോ എൽദോ? ഡോക്ടർ ജാക്സൺ ഡിസിൽവ ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ. ബ്രദറാണ്. ഹലോ, ഇല്ല. ഹലോ, വന്നിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം. സാർ, കണ്ടതിൽ വലിയ സന്തോഷം സാർ. സാറിന്റെ ക്ലാസ് എല്ലാം എല്ലാ ദിവസവും കേൾക്കുന്നുണ്ട്. ഞാനിപ്പോഴേ ഹോസ്പിറ്റലിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ്, അതാണ് എനിക്കൊന്നും പെട്ടെന്നൊന്നും പറയാൻ പറ്റാത്തത്. ഞാനിത് ചെവിയിൽ വെച്ചോണ്ട് വരികയായിരുന്നു വണ്ടിയിൽ. ഞാൻ പ്രൈവറ്റ് ഞാൻ ഡോക്ടറാണ്, മുരുക്കുമ്പുഴ. നമ്മുടെ അതെ 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 അല്ലേ? അതെ അതെ അതെ. അപ്പോഴ് ഞാൻ ഇന്നലെ സാറിന്റെ ഒരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചിരുന്നു. ആ തൈറോയിഡിനും 3X കൊടുത്തത് എന്തിനാണെന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്നലത്തെ പറഞ്ഞിരുന്നു, തൈറോയിഡിന് കൊടുക്കാനുള്ള കാരണം സ്കിന്നിന്റെ ഡ്രൈനേജ് മാറും. പിന്നെ മാത്രമല്ല, തൈറോയിഡിന് സോറിയാസിസ് വരെ മാറ്റാൻ ശക്തിയുണ്ട് കേട്ടോ. സോറിയാസിസ് ട്രീറ്റ്മെന്റിന്റെ വിധേയനാണ്. 3X കൊടുത്തു കഴിഞ്ഞാല് തിക്നെസ് ഒക്കെ മാറി ആദ്യം ആ കോംപ്ലക്സ് തിരിച്ചു കിട്ടി. അത് കഴിക്കുന്ന കോംപ്ലിമെന്ററി ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ അതിന്റെ ശരിയായ മരുന്ന് കൊടുത്തിരിക്കണം. ചോറിനോ അല്ലെങ്കിൽ ഏതാണ് പെട്രോളിയോ ഏതാ കൊടുക്കാനോ, സൾഫറോ എപ്പിയായോ അത് കൊടുക്കാം. നാച്ചുറലോ ഒന്നുമില്ല. വാക്സിനെ കൊടുക്കാം, ടെലിയോടിയും കൊടുക്കാൻ പറ്റും. ഇന്റർസെപ്റ്റിംഗ് ടൈപ്പ് വരും, അല്ലെങ്കിൽ ഐസൊലേറ്റഡ് സ്പോട്ടായിട്ട് വരാം. ഐസൊലേറ്റഡ് സ്പോട്ട് വരികയാണെങ്കിൽ അത് ഏതാണെങ്കിലും, ഇപ്പം സോറിയാസിസ് ആണെങ്കിലും വീട്ടിലേക്ക് ആണെങ്കിലും സെപ്പിയാണ് കൂടുതൽ വരുന്നത്. ഒരു സ്പോട്ട് വന്നാൽ ആ സ്പോട്ട് അടുത്ത് വേറെ സ്പോട്ട് വരുള്ളൂ. ആ സ്പോട്ട് ചേർത്ത് വരില്ല. ചേർത്ത് വന്നാലേ ടെലിയോടിയാണ്. പിന്നെ ഒരു അഗ്ലിനെസ് വന്ന് നടുക്കൊരു ക്ലിയറൻസ് ഒരു സ്കിൻ നോർമൽ സ്കിന്നായിട്ട് ബ്ലോക്ക് ചെയ്യുക, കാണുക. ചുറ്റും എറോഷൻസ് പോലെ കാണുക, അല്ലെങ്കിൽ എറോഷൻസിന്റെ ഒരു അഗ്ലി ലുക്ക് കാണിക്കുക. അത് കൂടുതൽ വരുന്നത് ബാസിലിനത്തിനാണ്. സെൻട്രൽ ക്ലിയറൻസ് വിത്ത് എറപ്ഷൻസ്, അത് ബാസിലിനാണ്. അപ്പോൾ ഏതാണ് മരുന്ന് വരുന്നത്, ആ മരുന്നിന്റെ കൂടെ ഈ കൂടുതൽ സ്കിൻ കംപ്ലൈൻസ് തിക്നെസ് ഉണ്ട്, ആ കോംപ്ലക്സ് മാറ്റണമെങ്കിൽ തൈറോയിഡിന് 3X കൊടുത്താൽ പെട്ടെന്ന് മാറ്റം ഉണ്ടാവും. ബ്യൂട്ടി മെഡിസിൻ കൂടിയാണത്. സാറേ, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? നമ്മൾ ഇപ്പോൾ റിംഗ് വേമുകൾ ധാരാളമായിട്ട് കാണുന്നുണ്ട്. പണ്ടൊക്കെയാണ് നമ്മൾ മെഡിസിൻ കൊടുക്കുമ്പോൾ പെട്ടെന്ന് കുറയുമായിരുന്നു. ഇപ്പൊ റിംഗ് വേം കംപ്ലൈന്റ്
കുറച്ചുകൂടെ സൗണ്ട് സംസാരിക്കാവോ? കേൾക്കുന്നില്ല കേട്ടോ. കേൾക്കുന്നില്ല. റിംഗ്ബോം ഇല്ലേ? റിംഗ്ബോം എന്താ പറഞ്ഞു? റിംഗ്ബോനാണ് ഞാൻ പറഞ്ഞത്. റിംഗ്ബോന്റെ ഇൻട്രസ്റ്റ് ഫിറ്റിംഗ് ആണെങ്കിൽ ടെലൂറിയം സെപ്പറേറ്റ് റിംഗ് ആയിട്ട് വരികയാണെങ്കിൽ ബാസിലിന് സെൻട്രൽ ക്ലിയറൻസ് ഉണ്ട്. ബാസിലിന് ഒരു അകന്ന് നിൽക്കുകയാണെങ്കിൽ സെപ്പിയ അങ്ങനെ വരുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ വരാറുള്ളൂ സാധാരണ അതിൽ. പിന്നെ സിംറ്റമെറ്റോളജി വെച്ച് മാറ്റങ്ങൾ വരുന്നതും വരാം. ചൊറിച്ചിലിന് ഏറ്റവും ചൊറിച്ചുള്ള വരുന്നതെന്നാണ് പറയാൻ പറ്റുമോ? ക്യൂൺ ഓഫ് ദ ടീച്ചിങ് ഏറ്റവും അകലെ പറയാൻ പറ്റും സൾഫറാണെന്നല്ലേ? അല്ല, ആദ്യമായി ഇത്ര ഞാൻ പറയണം. അല്ല, വേറെ മരുന്നാ. ചൊറിഞ്ഞിട്ട് കൈ കഴിക്കുമ്പോഴേ കൈ കുടഞ്ഞിട്ട് പിന്നെയും ചൊറിയും. കൈ കഴിക്കും, വിരല് കഴിക്കും, അത് മാറ്റിയിട്ട് ഇങ്ങനെ രണ്ടാമത് കുടഞ്ഞ് രണ്ടാമത് ശക്തി കൂട്ടിയിട്ട് പിന്നെയും കുടിക്കും. ഒരു മരുന്നുണ്ട്, അറിയാവോ? ടെപ്പിയക്കുള്ള അത്ര വലിയ ചൊറിച്ചിലുള്ളത്. ശരി സാറ്റിസ്ഫൈഡ് സാറേ. അടുത്താളെ വിളിച്ചോട്ടെ സാറേ, അടുത്താളെ വിളിച്ചോട്ടെ. ഡോക്ടർ ബി എസ് ജയചന്ദ്രൻ സാർ. ഹലോ ഹലോ ഹലോ, ജയചന്ദ്രൻ സാർ. കേൾക്കുന്നുണ്ടോ? പെരുന്നാളൊക്കെ അടിച്ചു പൊളിച്ചു എന്ന് അറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. മക്കളും കൊച്ചുമക്കളായിട്ട് ഹാപ്പി ആയിട്ട് നടന്നു. പിന്നെ ഈ ഇത് നമ്മുടെ ക്യാൻസർ പ്രിവെന്റ് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് പലരും വന്ന് ചോദിക്കാറുണ്ട്. ഫാമിലിയിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ആ ക്യാൻസറിന്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാനായിട്ട് അങ്ങനെ പലരും വന്ന് ചോദിക്കുന്നുണ്ട്. പ്രിവെന്റ് ചെയ്യാൻ പറ്റും. 3 months or 6 months or 10 അടുപ്പിച്ച് കൊടുക്കേണ്ട കാര്യമില്ല. അത് പ്രിവെന്റ് കിട്ടാൻ വേണ്ടിയാണല്ലോ. ഒരു 6 മാസം ഇടവിട്ട് 10 കൊടുക്കാം. 50 കൊടുത്താലും കുഴപ്പമുണ്ടാവില്ല. 2-3 ദിവസം 4 ദിവസം നിർത്താം. അവര് മിക്കവാറും ഒരു 99% പ്രിവെന്റ് ആവുമെന്ന് പറയാൻ പറ്റും. അവിടെ കാൻസർ പറ്റില്ല. കാൻസർ കൊടുത്താല് അവിടെയാണ് കാൻസർ ഞാൻ പറയാനുള്ളത്. പലരും കാൻസറിനെ പറ്റി അഭിപ്രായ വ്യത്യാസം പറയാനുണ്ട്. ക്യാൻസർ സെൽസ് ഉള്ള ബോഡിയിൽ അച്ഛനും അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ട്, പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി മകൾക്ക് കൊടുത്ത് നിൽക്കട്ടെ, ക്യാൻസർ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോളിപ്പുലേഷൻ വരും. അങ്ങനത്തെ മരുന്നാണ് ക്യാൻസർ വെച്ച്. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട മരുന്നാണ്. ക്യാൻസർ വന്ന ആൾക്ക് എന്നെ കണ്ടിട്ട് കൊടുക്കാം. ഞാൻ പല വയസ്സിൽ ഞാൻ കൊടുത്തിട്ടുള്ളത്. ഫാമിലി ആൾക്ക് വന്നു കഴിഞ്ഞാൽ ക്യാൻസർ കൊടുക്കാൻ പാടില്ല. അതാണ് ഈ സ്കിൻ കംപ്ലൈൻസ്. നമ്മള് കടിഞ്ചായക്കകത്ത് പാൽ ഒഴിക്കുമ്പോഴേ പാൽ ഒഴിച്ചുകൊണ്ടിരിക്കും ഒരു കളർ വ്യത്യാസം വരും. കണ്ടിട്ടുണ്ടോ? വ്യത്യാസം അറിയാം. ശരിയായ വെള്ളമല്ല, അതല്ല, അതാണ് കാൻസറിന്റെ കളർ. ബോഡിയിൽ എവിടെയെങ്കിലും ആ കളർ വന്നാലേ കാൻസർ ഇൻഡിക്കേഷൻ വരും. അവിടെ ചോദിക്കണം അച്ഛനും അമ്മയ്ക്ക് ക്യാൻസർ ഉണ്ടോന്ന്. കൊടുക്കരുത്, കൊടുത്താൽ പോക്കാം. നല്ല തിളച്ച് നല്ല കടുപ്പം കൂടി കടിച്ചായക്കകത്ത് പാൽ ഒഴിച്ചു കഴിഞ്ഞെങ്കിൽ നോക്കിയിട്ട് കുറച്ച് ഒഴിച്ച് കഴിയുമ്പോൾ കളർ വ്യത്യാസം വരും. അതേ കളർ ബോഡി എവിടെയെങ്കിലും വരും. പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പോലെ പിള്ളേർക്ക് മാറിൽ വരും, മുഖത്ത് വരും. അതുപോലെ ബുദ്ധിമുട്ടായിട്ട് വരും. ഒരു ദിവസം 10 കൊടുത്താൽ മതി, ആ കളറ് മാറും. പക്ഷെ അവരുടെ ഫാമിലിയിൽ ക്യാൻസർ ഉണ്ടെങ്കിൽ കൊടുക്കരുത്. അത് പോളിഫറേറ്റ് ചെയ്യും. കേരള ഔട്ടും പഠിക്കാം. അവിടെ കൊടുക്കേണ്ട ഗ്രാഫിറ്റീസാ. അതുപോലെ തന്നെ ഈ ഇതുണ്ടല്ലോ, ഈ ലെപ്രസിയുടെ സിംറ്റം ചില ഫാമിലിയിൽ കാണുന്നുണ്ടല്ലോ. അങ്ങനെ ഇപ്പൊ അച്ഛന അമ്മയ്ക്ക് ആർക്കെങ്കിലും അത് കണ്ടു കഴിഞ്ഞാല് പോളിഫറേഷൻ ആണല്ലോ അവിടെയും. അതെ, പോളിഫറേഷൻ ഡിസ്ട്രക്ഷൻ. അവിടെ കൊടുക്കാം. ലെപ്രസി കൊടുത്താല് ലെപ്രസി കൊടുക്കാൻ നല്ല ആക്ഷനാണ്.
ഒരു 10 വരെ 6 മാസം ഇടവിട്ട് കൊടുക്കാം അല്ലേ? കൊടുക്കാം. ശരി ശരി. പിന്നെ ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനെ പറ്റി എന്താണ് അഭിപ്രായം? പ്രോസ്റ്റേറ്റ് ക്യാൻസർ നമുക്ക് മാറ്റാൻ പറ്റുന്നതാണല്ലോ. ആ വളരെ അധികം വലിപ്പം ഉണ്ടെങ്കിൽ അത് റിസ്ക് എടുക്കരുത്, സർജറി ചെയ്യാൻ പറയണം. കാരണം പിന്നീട് അവിടെ നമുക്ക് ട്യൂബ് ഇട്ടുകൊണ്ട് 40 ട്യൂബ് ഇട്ട് കൊടുക്കുക. നമ്മൾ മരുന്ന് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവും. 2 or 3 പ്രാവശ്യം ട്യൂബ് ഇട്ടാൽ മതി, അത് ഒഴിവാക്കാൻ പറ്റും. ഇത് ഒഴിവാക്കാൻ പറ്റുന്ന ലക്ഷണമുണ്ട്. നമ്മുടെ മരുന്ന് ആക്ട് ചെയ്യുന്ന മരുന്നുണ്ട്. ആദ്യം ട്യൂബ് ഇടുമ്പോൾ സൈഡിൽ കൂടെ മൂത്രം വരുന്നില്ല. രണ്ടാമത്തെ പ്രാവശ്യം ചേഞ്ച് ചെയ്യുമ്പോഴേക്കും കഴിയുമ്പോഴും സാറ് സൈഡിൽ കൂടെ മൂത്രം വരുന്നു പറയും. That means prostate enlargement is reducing. ഇതേ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ടൈമില് മൂത്രം ട്യൂബ് മാറ്റിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതിന്റെ വെയിറ്റ് ചെയ്യാൻ 3 മണിക്കൂർ വെയിറ്റ് തന്നെ മതിയാവും. 3 മണിക്കൂർ മൂത്രം 4 മണിക്കൂർ മൂത്രം പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീട്ടിൽ തന്നെ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാം. ഓക്കെ സാർ, താങ്ക് യു. അതിനടുത്ത് അതുപോലെ എൻ്റെ ഒരു പേഷ്യന്റ് ഇതുപോലെ വന്നായിരുന്നു. അവർക്ക് സെമിനൽ എമിഷൻ പ്രോബ്ലം ആണ്, ശരിക്കും പുറത്ത് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഒരു വരുന്നുണ്ട്. അതിന് നമുക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? അത് റിട്ടൻഷൻ ആണെന്നോ? പുറത്തോട്ട് പോകുന്നില്ല എന്നുള്ള അവർക്ക് ഫീലിംഗ് ഉണ്ട്, പുറത്തോട്ട് പോകുന്നില്ല എന്നുള്ള. കടലല്ലേ, നിലക്കടല, അതെ, ഒഴുങ്ങിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക. ശരി ശരി ശരി, അത് പറയാം. അടുത്ത ആളെ വിളിച്ചോട്ടെ സാറേ. അടുത്ത ആളെ വിളിച്ചോട്ടെ സാറേ, സമയം അതിക്രമിക്കുന്നു സാർ. ഹരിഹരൻ നാരായണ, ഡോക്ടർ ഹരിഹരൻ നാരായണ. ഹലോ, സംസാരിച്ചോളൂ. കേൾക്കാമോ സാർ? കേൾക്കാമോ? കേൾക്കാം. സാർ, ഈ മാക്കുലാർ സിസ്റ്റിന്, മാക്കുലാർ സ്വെല്ലിങ്ങിന് ഡോക്ടർക്ക് അനുഭവമുണ്ടോ? മാക്കുലാർ സ്വെല്ലിംഗ്, മാക്കുലാർ സ്വെല്ലിംഗ്, കണ്ണിനകത്ത് എവിടെയാ വരുന്നത്? കണ്ണിനകത്തെ മാക്കുല ഇല്ലേ സാറേ? കണ്ണിനകത്തെ മാക്കുല കണ്ണിനകത്തെ മനസ്സിലായി. എങ്ങനെയാ വരുന്നത് പറയാമോ? പറയാം സാർ. അത് ഈ റെട്ടിനയിലെ മൈന്യൂട്ട് ആർട്ടറീസ് പൊട്ടിയിട്ട് അവിടെ ബ്ലീഡിങ് ഉണ്ടായിട്ട് സ്വെല്ലിംഗ് ഉണ്ടാവും. അതെ. അപ്പൊ അത് മേ ബി അത് ഡ്യൂ ടു ബ്ലോക്ക് കൊണ്ടാണ് അത് വരുന്നത്. നമ്മുടെ ഹാർട്ടിനെ വെസൽസ് ബ്ലോക്ക് ചെയ്ത് വരുന്ന പോലെ കണ്ണിനകത്തെ ഇന്റേണൽ ആർട്ടറി ബ്ലോക്ക് ചെയ്യുമ്പോൾ അവിടുന്ന് പിന്നെ അത് സ്വെല്ലിംഗ് ആയിട്ട് ഒരു ഇഞ്ചുറി പോലെ വന്ന് അത് അവിടെ സ്വെല്ലിംഗ് വന്ന് കാലക്രമത്തില് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടും. അതിന് സാധാരണയായിട്ട് അവരുടെ ട്രീറ്റ്മെന്റ്, അലോപ്പതിയുടെ ട്രീറ്റ്മെന്റ് കണ്ണിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ചിലപ്പം 1 month 2 month അല്ലെങ്കിൽ 3 months ഒക്കെ ഇടവിട്ട് അത് എടുക്കേണ്ടി വരും. അതിന് നമുക്ക് സപ്പോർട്ടിങ് ഡ്രഗ് ആയിട്ട് ഇപ്പം ചെയ്തോണ്ട് ചെയ്യാൻ പറ്റുമോ, അതോ അത് ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമോ? സാർ, ആർണിക്ക 10 ഹൈറോഡ് പോവുക. ശരി സാർ. ആർണിക്ക 10 ഞാൻ കൊടുക്കുകയും കാര്യമില്ല. ആദ്യം 10 കൊടുക്കരുത്. അവിടെ പലപ്പോഴും നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിരിക്കും, നമ്മുടെ മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റിലാണ് പരാജയപ്പെടുന്നത്. സാറേ, 10 കൊടുത്തപ്പം ഇത് ഡിസപ്പിയർ ചെയ്തു. അവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പം ഡിസപ്പിയർ ചെയ്തു. പിന്നെ വന്നു. അതാ പറഞ്ഞത്, നമ്മൾ ഹേസ്റ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇനി അടുത്ത പൊട്ടൻസി, അപ്പൊ അടുത്ത എന്ത് ചെയ്യും? അടുത്ത പൊട്ടൻസി ഇപ്പം ഒരു പണി ബ്രോത്രോപ്സ് കൊടുക്കാം. ബ്രോത്രോപ്സ് 30 മെഡിക്കേറ്റീവ് കൊടുക്കാം, 1/20. അത് ഗ്ലോബിനല്ല, ഷുഗർ മിൽക്കിൽ ഒരു ഡ്രോപ്പ് ഇട്ട് 20 ഡോസ് ആക്കുക. എന്നിട്ട് അത് ഡെയിലി 3 times കഴിക്കാൻ പറയാ. അത് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് വേണമെങ്കിൽ നമുക്ക് ആർമിക്കാന്ന് കൊടുക്കാം, അല്ലെങ്കിൽ പുറത്തോട്ട് പോവാം. ഓക്കെ സാർ. നമ്മളൊന്ന് കളഞ്ഞാണ്. ഒരു സൂര്യ രാധാകൃഷ്ണൻ കുറെ നേരമായിട്ട് ഹാൻഡ് റൈസ് ചെയ്തായിരുന്നു. പിന്നെ അവര് സൂര്യ രാധാകൃഷ്ണൻ എൽദോ അൺമ്യൂട്ട് ചെയ്തു.
ഹലോ ഡോക്ടർ, ഗുഡ് ഈവനിങ് ഡോക്ടർ. ഡോക്ടർ, ഞാൻ 68 വയസ്സുള്ള ഒരു ഡയബറ്റിക് പേഷ്യന്റിന് പെരിനിയൽ ഫിസ്റ്റുല റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. നമുക്ക് അത് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ള വരും. അത് പെരിയേനൽ അല്ല, പെരിനിയൽ ഫിസ്റ്റുല. മെയിൽ പേഷ്യന്റ് ആണ്. ഡയബറ്റിക് ആണ്, വെരിക്കോസ് വെയിൻ ഉണ്ട്, ഹൈപ്പർ ടെൻഷൻ ഉണ്ട്, ഇൻസുലിൻ എടുക്കുന്ന പേഷ്യന്റ് ആണ്. ക്രോണിക് സ്മോക്കർ ആയിരുന്നു. ഇപ്പൊ ഫിസ്റ്റുല റിപ്പീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഒരെണ്ണം വരും, അത് ക്യൂർ ചെയ്യുമ്പോൾ രണ്ടെണ്ണം വരും, അതൊന്ന് ക്യൂർ ചെയ്യുമ്പോൾ ഇപ്പൊ ശരിക്കും ചെയ്യുന്നത് അലോപ്പതി മെഡിസിൻ ഉള്ളിൽ ഇഞ്ചെക്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അവർ ഡ്രസ് ചെയ്ത് വിടുന്നു. അത് മാത്രമേ ചെയ്യുന്നുള്ളൂ. നമ്മുടെ മെഡിസിൻ ഞാൻ മൈറിസ്റ്റിക്ക, സൈലീഷ്യ ഒക്കെ കൊടുത്തിരുന്നു. ബട്ട് പിന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നു. സൈലീഷ്യ കൊടുക്കുമ്പോൾ ഒന്ന് കുറയും. ഞാൻ സൈലീഷ്യ 1 എണ്ണമാ കൊടുത്തത്. ഇവിടെ തൈരിച്ച 10 ml 2 ഡോസ് കൊടുക്കുക, നൈറ്റ് ആൻഡ് മോർണിംഗ്. അങ്ങനെ 2-3 ഡോസ് ഒരു 2 months ഇടവിട്ട് കൊടുത്തതിന് ശേഷം കാൽഷ്യമോസിസ് 1 ഡോസ് കൊടുക്കുക, 10 ml കാൽഷ്യമോസിസ്. എന്നിട്ട് അടുത്ത് പറയാ, രാവിലെ എണീച്ചിട്ട് നല്ല വെള്ളം ചൂടാക്കി കുറച്ച് കല്ലുപ്പിട്ടിട്ട് കലക്കിയിട്ട് ആ ചൂട് വെള്ളത്തിനകത്ത് ഒരു തോർത്ത് മുക്കുക, ഉപയോഗിക്കൽ തോർത്ത് ക്ലീൻ ആക്കിയ ശേഷം തോർത്ത് മുക്കുക. തോർത്ത് മുക്കിട്ട് തിരിയുടെ പോലെ ആക്കുക. ചുമടുകാരൻ ഉണ്ടാക്കൂലേ, ചുമട്ടുകാരൻ ഉണ്ടാക്കുക. എന്നിട്ട് അതിന് മേളിൽ കറിയിക്കാൻ പറയാം. അപ്പൊ ഉള്ളിൽ നിന്ന് കംപ്ലീറ്റ് ട്രെയിൻ ചെയ്ത് പുറത്തു വരും. ഒരിക്കലും വെള്ളത്തിൽ എടുത്തരുത്. വെള്ളത്തിൽ എടുത്തിയാൽ അസുഖം മാറില്ല, പിന്നെ അവിടെ വെള്ളം നിറയും, പിന്നെ ഇൻഫെക്ഷൻ വരും. അതൊക്കെ സാറിന് ചെയ്യുന്നത് അങ്ങനെയാണ്. എന്റെ അഡ്വൈസ് സ്വീകരിച്ചുകൊണ്ട് ഇപ്പൊ ഞാൻ ചെയ്യാറുണ്ട്. ഇങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യണം സാർ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ കൊടുത്തിട്ടില്ല, വളരെ മാറ്റമുണ്ടെന്ന് പറയാറുണ്ട്. ഒരിക്കലും വെള്ളത്തിൽ ഇരുത്താൻ പാടില്ല. ചൂടുവെള്ളത്തിലാണോ ഇത് കലക്കേണ്ടത്? നല്ല ചൂടുവെള്ളത്തിൽ, ഒരു ചൂട് വേണം. തിരിയുടെ പോലെ ഉണ്ടാക്കി അതിന് മേളിൽ ഇരിക്കാൻ പറയാം. അപ്പൊ ഓസ്മോസിസ് പ്രകാരം അതിൽ നിന്നുള്ള ദ്രാവകം പുറത്തോട്ട് വന്ന് ക്ലീൻ ആവും. ഡെയിലി ചെയ്യാൻ പറയാം. ഡെയിലി ചെയ്ത് കഴിഞ്ഞാൽ ഹീലിംഗ് ചെയ്യും, മരുന്ന് കൊടുക്കുക. ഓക്കെ, സൈലീഷ്യ 10 15 കൊടുക്കുക, അതിനുശേഷം കാൽഷ്യം കൊടുക്കുക കേട്ടോ. ക്ലിയർ അല്ലേ മാഡം? ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. ഡോക്ടർ ദേവൻ. നമസ്കാരം സാർ. നമസ്കാരം സാർ, കേൾക്കാമോ? നമസ്കാരം. സാറേ, പാർക്കിൻസോണിസം എങ്ങനെയാ സാറ്? നമ്മൾക്ക് പാർക്കിൻസോണിസം കാര്യമാണോ അത്? കാരണം പാർക്കിൻസോണിസം നമ്മുടെ വരുമ്പോൾ തന്നെ പല മരുന്നും ട്രേഡ് അവർ വരുന്നത്. ആ മരുന്ന് നമ്മൾ നിർത്താൻ പറ്റില്ല. ആദ്യം നമ്മുടെ മരുന്നുകൾ പലതും കൊടുക്കാൻ അർജന്റീന നെട്രിക്കം, അഗാരിക്കസ് മസ്കുലാരിസ്. അപ്പം അഗാരിക്കസ് കൊടുക്കണമെങ്കിൽ ഈ കൈവറയിൽ മാത്രം പോരാ, ഫേസിൽ എക്സ്പ്രഷൻ, ഫേസും കൂടെ മാറും. എന്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ല സാർ. എങ്ങനെ ട്വിച്ചിങ് ആണോ സാർ? ട്വിച്ചിങ് ഒരു സൈഡിൽ അതും കൂടെ വരും. അതും കൂടെ വരികയാണെങ്കിൽ അഗാരിക്കസ് കൊടുക്കുക. അഗാരിക്കസ് 1 ml once in 20 days or 3 weeks കൊടുക്കുക. മറ്റേ മരുന്ന് പതുക്കെ സ്റ്റോപ്പ് ചെയ്യാവും. ഒറ്റയടിക്ക് നിർത്തരുത്. ഒറ്റയടിക്ക് നിർത്തിയാൽ നേരെ റിയാക്ഷൻ വന്ന് പേഷ്യന്റ് നമ്മൾ പോകുകയും ചെയ്യും, നമ്മളെ കുറ്റപ്പെടുത്തും. പേഷ്യന്റ് ചിലപ്പം പെട്ടെന്ന് അപകടം ഉണ്ടാവില്ല. അവര് കൊടുക്കുന്ന മരുന്നുകൾ പല മരുന്നുകളും വളരെ ശക്തി കൂടിയ മരുന്നാണ്. ഒറ്റയടിക്ക് നിർത്താൻ വേണ്ടി പോയാൽ അപകടം ഉണ്ടാവും കേട്ടോ. പിന്നെ അർജന്റീനയ്ക്ക് പേഷ്യന്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് അർജന്റീനയ്ക്കും യോജിച്ചു വരികയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. ഇവിടെ പേഷ്യന്റ് പോലെ ഹൈസ്റ്റിയാണ്, ഭയങ്കര ഹൈലി ഫോർമാലിറ്റിയാണ്. ഒരിടത്ത് പോയ ഉടനെ ഞാൻ വന്നോട്ടെ എന്ന് വെച്ചാൽ വരൂ സാർ, ഞാൻ വന്നോട്ടെ, വരൂ, വന്നോട്ടെ 3 പ്രാവശ്യം വയ്ക്കും. അത്ര ഫോർമാലിറ്റിയാണ്. എന്നാൽ ഉത്തരം ആർക്ക് വളരെ ക്ലിയർ ആയിട്ട് കിട്ടിയാലേ പുള്ളി അകത്തോട്ട് കയറുള്ളൂ. അത് അർജന്റീനയ്ക്കിന്റെ പ്രത്യേകതയാണ്. പിന്നെ ഹൈസ്റ്റ് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് ചെയ്യാം. സമയം പോരാൻ തോന്നുക. ആഹാരം കഴിക്കാൻ വേണ്ടി ഇരുന്നാലും വീട്ടിൽ ആദ്യം കഴിച്ച് ഇറങ്ങുന്ന അയാളായിരിക്കും.
എന്നോട് കുത്തിയിരിക്കും മറ്റൊരു കഴിയാൻ വേണ്ടി. എന്ത് കാര്യത്തിൽ കുളിക്കാൻ വേണ്ടി പലതല്ല അവസരം വെച്ചാലും അങ്ങനെ തന്നെയാണ്. ഹേസ്റ്റി കാര്യം അങ്ങനെയുള്ളവർക്ക് അടുത്തത് ഡോക്ടർ ഭദ്രൻ സർ. ഓക്കെ സർ, സമയം അതിക്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇടപെടുന്നത്. ഡോക്ടർ ഭദ്രൻ സർ. സമയം ലഭിച്ചില്ല, നന്ദി സാറിന്. ക്ലാസ് വളരെ 3 ദിവസത്തെ ക്ലാസ്സും വളരെ നന്നായിരുന്നു, നല്ല നിലവാരം പുലർത്തുന്നതായിരുന്നു, വളരെ കൂടുതൽ പ്രാക്ടീഷണേഴ്സിന് ഗുണമുള്ളതായിരുന്നു. ഇനി മെല്ലും അത്തരത്തിലുള്ള ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഒരു സംശയം ചോദിക്കാനുള്ള, പ്രോസ്റ്റേറ്റൈറ്റിസിന് എന്തുമാത്രം സക്സസ് റേറ്റ് ഉണ്ടെന്ന്? നല്ല ആക്ഷൻ നമുക്കുണ്ടാവും. നമുക്ക് കൊണിയം മാക്കുലേറ്റം, ബ്രേറ്റ കാർബോണിക്കം, സൈനീഷ്യ, സൂജ, മെർക്കുറി, ഒക്സോള്, മെർക്കുറി, ഇതെല്ലാം മെയിനായിട്ട് വല്ല മറ്റേ പ്രോസ്റ്റേറ്റിന്റെ കൂടെ ചില ആൾക്ക് തലയിറക്കം നിർബന്ധമായിട്ട് വരും. തലയിറക്കം അത് വരെയാണെങ്കിൽ കോണിയെ കൊടുക്കാവും. കോണിയെ കൊണ്ട് മാറുകയും ചെയ്യും. ചേഞ്ച് ചെയ്യരുത്, മരുന്ന് ചേഞ്ച് ചെയ്യാൻ പാടില്ല. പിന്നെ എന്തെല്ലാം സിംറ്റം കാണിച്ചാൽ ചേഞ്ച് ചെയ്യരുത്. വറ്റിക്കോ മാറിയാലും ചേഞ്ച് ചെയ്യാൻ പാടില്ല. അത് എന്നെ പിടിച്ചോണ്ട് ഹൈപ്പോട്ടൻഷനിൽ പോവുക. ഇൻകോണ്ടിനൻസ് വരികയാണെങ്കിലോ? യൂറിനറി ഇൻകോണ്ടിനൻസ്, മക്സോള്, മൂത്രം റിട്ടൻഷൻ വരാം, ഇൻകോണ്ടിനൻസ് വരാം. അതൊക്കെ വരുന്ന ചാപ്റ്റർ മെർക്കുറി ആയിരിക്കും. ഇൻകോണ്ടിനൻസ് സ്റ്റൂൾ ആണെങ്കിലോ? സ്റ്റൂളാണെങ്കിൽ നെക്സോമിക്ക വരും. അതുപോലെ ചില്ലിൽ ഏറ്റവും കൂടുതൽ മരുന്ന് ഏതാണെന്നറിയോ? ചിൽ വിറയില് നമുക്ക് പറയില്ലേ, കുളിര് പറയില്ലേ, മരുന്നിന്റെ കൂടെ കുളിര് വരുന്നത്. 1-2 ബ്ലാങ്കറ്റ് ഇട്ടാലും കുറയത്തില്ല, അത്ര കുളിരാ. അങ്ങനെ മരുന്നുണ്ട്, അറിയോ? നെക്സോമിക്ക നല്ല കുളിരുള്ളതാണ്. നല്ല കുളിരാണ്. ജെൽസ് നല്ല കുളിരുള്ളതാണ്. നെക്സോ തേഷ്ടിയാണ്, ജെൽസ് തേഷ്ലെസ് ആണ്. ജെൽസിന് തേഷ്ലെസ് ആണ്, നെക്സോമിക്ക തേഷ്ടിയാണ്. നന്ദി സാർ, സാറിന്റെ അഭിപ്രായത്തിന് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ഇവര് ഇനി ഹാൻഡ് റൈസ് ചെയ്തെല്ലാം കഴിഞ്ഞെന്ന് തോന്നുകയാണ്. 3 ദിവസമായി സംഭവ ബഹുലമായ ചികിത്സാ വിജ്ഞാനത്തിന്റെ ഒരു വിജ്ഞാന കോശം ഇവിടെ തുറന്നു വെക്കപ്പെടുകയും, പക്ഷെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നിരിക്കുന്ന ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്ക്, ഹോമിയോപ്പതി ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിക്ക് അതൊരു വലിയൊരു പിൻബലമാവുകയും ചെയ്തതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില സൂപ്പർ സ്റ്റാർമാരുടെ സിനിമ പോലെയാണ്. നമുക്കിന്ന് ഗാലറി 3 ദിവസമായിട്ട് ഹൗസ്ഫുൾ ആയിരുന്നു, ഹൗസ്ഫുൾ ബോർഡായിരുന്നു പുറത്ത്, അത്രയും തള്ളിക്കയറ്റായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും ഈ 3 ദിവസത്തെ അനുഭവത്തിന്റെ തുടർച്ച നമുക്ക് വേണ്ടതുണ്ട് സർ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഡെയിലി സൂമിന്റെ അകത്ത് ഡോക്ടേഴ്സ് ടിപ്പ് എന്നും പറഞ്ഞിട്ട്, ഒരു ക്ലിനിക്കൽ ടിപ്പ് എന്നും പറഞ്ഞിട്ട് ഒരു ചെറിയ പ്രോഗ്രാം ഇപ്പൊ സാറിൽ നിന്ന് കിട്ടിയതുപോലെ 3 ദിവസമായി സാറിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ മനസ്സിലാവാത്ത രീതിയിലുള്ള നിങ്ങളുടെ ടെക്നിക്കൽ ലാംഗ്വേജ് സാധാരണക്കാരൊക്കെ മനസ്സിലാവും. നിങ്ങൾ പലരും ചോദിച്ച് മനസ്സിലാക്കുകയും പല അറിവുകളും അങ്ങോട്ടും ഇങ്ങോട്ടും എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടുന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ IFPHന് ആവശ്യപ്പെടാനുള്ളത്, എല്ലാ ഡോക്ടേഴ്സുമാരും ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഒരു ക്ലിനിക്കൽ ടിപ്പ്, ഒരു 20 മിനിറ്റ് ക്ലിനിക്കൽ ടിപ്സ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഗ്രാം കൂടെ നമുക്ക് ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ ഈ പ്രോഗ്രാം കുറെ കൂടെ പോപ്പുലറൈസോ കുറെ കൂടെ ജനകീയമോ എന്ന് വിചാരിക്കുകയാണ്. സേട്ട് സാറിന്റെ നേതൃത്വത്തിൽ ഒരുപക്ഷെ അതിന് മുൻകൂട്ടി ഒരു പ്രിപ്പറേഷൻ ഒക്കെ ആവശ്യമുണ്ടാവും. അങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടുകയാണെങ്കിൽ മനോജ് സാറൊക്കെ മുൻകൈ എടുത്തിട്ട് ഇന്ന ദിവസം ക്ലിനിക്കൽ ടിപ്സ് കൊടുക്കാൻ ഒരു ഡോക്ടർ മുന്നോട്ട് വരികയും ആ ഡോക്ടറുടെ അനുഭവത്തിൽ പൊതുസമൂഹത്തിനും അതേപോലെ തന്നെ ഡോക്ടേഴ്സിനും കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ചില ഉപദേശങ്ങൾ ഒരു 20 മിനിറ്റ് നേരം കൊടുക്കുന്ന രീതിയിൽ ചില പ്രാഥമിക, ഇപ്പം ഞാൻ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പ്രാഥമിക അറിവുകൾ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കുറെ കൂടെ ഫലപ്രദമായ രീതിയിലുള്ള ഒരു പരിപാടി നമുക്ക് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുകയാണ്. കാരണം സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വളരെ താല്പര്യത്തോടു കൂടിയാണ് മറ്റുള്ള ഡോക്ടർമാരെ അന്വേഷിക്കുകയും അറിയുകയും. ഇപ്പൊ തന്നെ പാർക്കിൻസൺസിന്റെ ചോദ്യം വരെ വന്നപ്പം സാർ അതിനൊക്കെ കൃത്യമായിട്ടാണ് ഉത്തരം കൊടുത്തത്. അതെനിക്ക് റെഫർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി വരുന്നുള്ളൂ എന്നുള്ള സാങ്കേതിക മറുപടി അല്ല സാർ കൊടുക്കുന്നത്, റെഡിയാണ്. അപ്പൊ സാറേ, അംനേഷ്യയുടെ കാര്യത്തിൽ എങ്ങനെയാണ്? അംനേഷ്യക്ക് സാറിന്റെ അടുത്ത് മറുപടി ഉണ്ടോ? ഉണ്ടോ? സാറിന് കേസുണ്ടോ? ചികിത്സിച്ചിട്ടുണ്ടോ? ഞാൻ നോക്കലുണ്ട്. ഓ ഗ്രേറ്റ്. എന്ന് പറഞ്ഞാൽ ഓക്കെ.
അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാറിന്റെ നേതൃത്വത്തിൽ നമ്മൾ വളരെ ഒരു ക്ലിനിക്കൽ ടിപ്പും കൂടെ കൊടുക്കുന്ന രീതിയിലുള്ള പരിപാടി ആലോചിക്കാൻ വിചാരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ നമുക്ക് വീണ്ടും സാറിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഒരു ചെറിയൊരു അഭ്യർത്ഥന, ഇതിന്റെ ഒരു മലയാള സെഷന്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു എന്താ പറയാ ഉത്തരവാദി എന്നുള്ള നിലക്ക് ഡോക്ടേഴ്സ്മാരുടെ ചെറിയ അഭ്യർത്ഥന, ഈ ഡോക്ടർമാരുടെ ഒക്കെ പേഷ്യൻസിനെയും പരമാവധി ഇത്തരം സെഷൻസുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കണം. നമുക്ക് 500 പേര് പാർട്ടിസിപ്പൻസിനെ ഇതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റും. നമുക്ക് വേണ്ടത് പരസ്പരം അറിവുകൾ കൈമാറി നമുക്ക് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ദയവ് ചെയ്ത് ഡോക്ടർമാരും മറ്റുള്ള ആൾക്കാരൊക്കെ കൂടുതൽ പാർട്ടിസിപ്പൻസിനെ ഇതിൽ പങ്കെടുപ്പിക്കുമോ അത് കൂടുതൽ റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഞങ്ങൾ ഇതിനു മുന്നേ തുടർച്ചയായി ആവശ്യപ്പെടുന്ന വിഷയമാണ്. സാറിന്റെ ഒക്കെ ഒരു ക്ലാസ്സിന് വേണ്ടിയിട്ട് അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പം ആ ഒരു അഭ്യർത്ഥന കൂടെ നടത്തുകയാണ്. ഞാൻ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള നന്ദി പ്രകാശനത്തിന് വേണ്ടിയിട്ട് ജിതി മേഡത്തെ വിളിക്കുകയാണ്. ജിതി മേഡം. നമ്മള് ഈ 3 ദിവസവും കേട്ടപ്പോഴിപ്പം പിന്നെ ഫൈസൽജി പറഞ്ഞല്ലേ എല്ലാ പേഷ്യൻസും വരികയാണ് എന്ന് പറയുമ്പോഴ് ആ ഫെയ്ത്ത് കൂടുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ തന്നെ ഇത്രയും നേരം ഇരുന്ന് കേൾക്കുമ്പോഴ് നമുക്ക് മനസ്സിലാവും ഓ ഇതിനൊക്കെ മരുന്നുണ്ട്. അപ്പൊ നമ്മളുടെ ഉള്ളിലത്തെ ആ സ്ട്രോങ് ബിലീഫ് വരും. അപ്പൊ നമുക്ക് എല്ലായിടത്തും ഷെയർ ചെയ്യാനും ആൾക്കാർ ഇതിലേക്ക് കൊണ്ടുവരാനും ഇന്ന് തന്നെ ഫൈസൽജി ഒരാളെ കൊണ്ടുവന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കൂടുതൽ സക്സസ് ആവുന്നത്. അപ്പം എല്ലാരും മാക്സിമം എല്ലാരെയും കൊണ്ടുവരിക, നമ്മുടെ മാക്സിമം ആൾക്കാരെ കൊണ്ടുവരിക. ഫൈസൽജി പറഞ്ഞതിലൂടെ നമുക്കൊരു 600 പേരെ ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. നമ്മുടെ ഫുൾ ആയിരിക്കട്ടെ നമ്മുടെ സൂം സെഷനൊക്കെ. പിന്നെ സാറിന്റെ അടുത്ത് പ്രത്യേകം താങ്ക്സ് പറയാനുള്ളത് സാറിന്റെ അറിവ്, സാറ് നിഷ്കളങ്കമായിട്ടും സാറിന്റെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള രീതി തന്നെ നമ്മുടെ ക്ലാസ് 3 ദിവസം നടന്നിക്കൊണ്ടിരുന്നത്. അപ്പം സാറിന് പ്രത്യേകം താങ്ക്സ് IFPHന്റെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലും ഞാൻ രേഖപ്പെടുത്തുന്നു. പിന്നെ എല്ലാവരുടെ അടുത്തും എല്ലാ ഡോക്ടേഴ്സ്, സ്റ്റുഡൻസ്, ഹോമിയോപ്പതി ലവേഴ്സ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നന്ദി രേഖപ്പെടുത്തുക എന്ന് വെച്ചാൽ വാക്കിലൂടെ അല്ല, ഹൃദയത്തിന്റെ ഭാഷ തന്നെ. കാരണം ഇത്രയും സമയം വന്നിരിക്കുക, ഇത്രയും മണിക്കൂറും ഇവിടെ വന്നിരുന്ന് ഇപ്പൊ 11 മണി ആയാൽ പോലും 11:30 ആയാലും ഇരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ അറിവ് നേടുക എന്നുള്ളൊരിത്. അതിനെല്ലായിടത്തും പ്രത്യേകം താങ്ക്സ്. പിന്നെ ഇനി വേറെ ആർക്കും പറയേണ്ട എല്ലാരെയും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്. തീർച്ചയായും അങ്ങനെ ഒരു ഔദ്യോഗിക ചടങ്ങ് കൂടെ ആവശ്യമാണ്. കാര്യം മാഡം പറഞ്ഞ 2 പോയിന്റ് വളരെ പ്രധാനമാണ്. നാളെ ഹോമിയോപ്പതി മരുന്നുകളുടെ ഉൽപ്പത്തിയും ഉറവിടവും നിർമ്മാണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ KG വേണുഗോപാൽ സാറുടെ ക്ലാസ് ആണ് നാളെ ഉള്ളത്. സാറേ, ഇന്നിപ്പോ വന്ന പേഷ്യന്റിന്റെ ഡീറ്റെയിൽസ് ഞാൻ സമാഹരിച്ച് സാറിന്റെ നമ്പർ ഞാൻ അവർക്ക് കൊടുത്തിട്ട് അവരായിട്ട് ആശയവിനിമയം നടത്താനും സാറ് ബന്ധപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നുണ്ട്. സാറിന് എന്തെങ്കിലും കൂടുതലായിട്ട് ഒരു മറുപടി നൽകോ? ഞാൻ ഈ പറഞ്ഞ ക്ലിനിക്കൽ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് സാർ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ 2 അയാൾ കുഴപ്പമില്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോളാം. ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ആഷിക്ക് ഉണ്ടെന്ന് തോന്നുന്നു. അവനോട് ഞാൻ വരാൻ പറയാം. ഇപ്പൊ കയറാൻ പറയാം. ക്ലിനിക്കൽ ടിപ്പ് പറയുമ്പോൾ കേറാൻ വേണ്ടി അല്ലേ പറഞ്ഞത്, കേട്ടണ്ട. ഇല്ല. ഓക്കെ ഇല്ല ആള് പോയി. കോളൻ ക്യാൻസർ ആട്ടോ. കോളൻ ക്യാൻസർ ആണ്, കൺഫേംഡ് ക്യാൻസർ ആണ്. അതായത് നമ്മുടെ രോഗിയുടെ അടുത്ത് പറയാൻ പാടില്ല, പറയാം. ക്യാൻസർ ട്യൂമർ ആണ് ഉള്ളത്. വലിപ്പം അനുസരിച്ച് വേണം ചികിത്സിക്കാൻ. വല്ലാണ്ട് വലിപ്പം കൊണ്ട് ബ്ലോക്ക് ഉണ്ടാകുകയാണെങ്കിൽ കൊളസ്ട്രോമി ചെയ്യേണ്ടി വരും. കൊളസ്ട്രോമി ചെയ്യുന്ന പല കേസുകളും നമുക്ക് മരുന്നുകൊണ്ട് മാറ്റാൻ പറ്റും. സാർ, അത് ക്രോണിക് ഡിസീസ് ആണോ? അത് മൂർച്ഛിക്കുകയാണെങ്കിൽ ട്രീറ്റ്മെന്റ് ഒന്നും ലഭിക്കുമില്ലെങ്കിൽ എത്ര കാലം രോഗി ട്രീറ്റ്മെന്റ് അത് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പത്തോളം മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ കംപ്ലീറ്റ് പോയ കേസുകളുണ്ട് കേട്ടോ. നമുക്ക് കംപ്ലീറ്റ് റിക്കവറി ആയ കേസുണ്ട്, പാർഷ്യൽ റിക്കവറി ആയ കേസുണ്ട്. ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താ? ജീവിതത്തിൽ അയാൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്തായിരിക്കും? മനം പോകാത്തൊരു അവസ്ഥ ഉണ്ടാവും. അഡ്വാൻസ് ആയി കഴിഞ്ഞാൽ മനം പോകില്ല. മനം പോകാൻ വേണ്ടി പിന്നീട് രക്തം ക്ലോസ് ചെയ്തിട്ട് വയറ്റിൽ കൂടെ ട്യൂബിട്ട് പുതിയ രക്തം ഉണ്ടാക്കുമല്ലോ, സഞ്ചി വെക്കും, ബാഗ് വെക്കും. ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഡെവലപ്പ് ആവുന്നു അല്ലേ? ഇതിനൊക്കെയുള്ള അവസ്ഥ സങ്കീർണത ഒക്കെ വളരെ പെട്ടെന്ന് ഉണ്ടായി വരാൻ തോന്നുന്നു അല്ലേ? ഇതിന് കാലതാമസം ഇല്ലാതെ തന്നെ. അപ്പൊ പെട്ടെന്ന് തന്നെ ചികിത്സ
വളരെ പെട്ടെന്നായിരിക്കും വലുതാകുന്നത്. ഫലപ്രദമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ രോഗി പെട്ടെന്ന് തന്നെ അപകട നിലയിലേക്ക് പോകും. ആ ഓക്കെ. നമുക്ക് സാറേ ഈ ക്ലിനിക്കൽ ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഒരു പ്ലാനിങ് ആയാലോ സാർ? നമ്മൾ ക്ലോസ് ചെയ്യാനായി. കുഴപ്പമില്ല, അത് കുറച്ച് ആളുകളെ വിളിക്കുന്നതല്ലേ, കാരണം അവര് പറയുമ്പോഴേ സത്യസന്ധമായിട്ട് പറയണം. ഞാൻ പറഞ്ഞ ക്ലിനിക്കൽ ചികിത്സ ഞാൻ 40 വർഷം പറഞ്ഞപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല അതിനിപ്പോ സാറേ അത് കുറച്ചുകൂടെ കോംപ്രഹെൻസീവ് ആണെങ്കിൽ ക്ലിനിക്കൽ ടിപ്പുമായിട്ട് മുന്നോട്ട് വരുന്ന ഡോക്ടർ ഒരു എക്സ്പെർട്ട് പാനലായിട്ട് അതെ ഒരു മുൻകൂട്ടി ഒരു ഒരുപാട് ടിപ്സ് പറയാൻ പറ്റും. ഓരോ മെറ്റീരിയൽ പഠിക്കാൻ വായിച്ചാൽ ഒരുപാട് ടിപ്സ് പറയാൻ പറ്റും. അങ്ങനെ പറയരുത്, ആ ടിപ്സിന് കാര്യമില്ല. എക്സ്പെർട്ട് പാനലിന്റെ അപ്രൂവലിന് ശേഷമാണ് അങ്ങനെയുള്ള പ്രോട്ടോകോൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ആളെ അടക്കാൻ പറ്റുമോ വെച്ചാല്, ഇപ്പം സതീഷ് കുമാർ എന്റെ സ്റ്റുഡന്റ് ആണ്, ഒരുപാട് വൈദ്യുതിയുള്ള ഡോക്ടറാണ്. ട്രിവാൻഡ്രത്തുള്ള സതീഷ് കുമാറിന്റെ മൈ സ്റ്റുഡന്റ്. പക്ഷെ ഭയങ്കര കപ്പാസിറ്റി ഉള്ള, ഒരുപാട് ഡെപ്ത് ഉള്ള പയ്യന, നമുക്ക് മനസ്സിലാവും. ആത്മാർത്ഥമായിട്ട് പറയുന്നത്. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഏതായാലും 3 ദിവസത്തെ ഒരു ഉത്സവകാലമായിരുന്നു IFKHനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതിലെ പാർട്ടിസിപ്പൻസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ് ഉണ്ടായിരുന്നെന്ന് വിചാരിക്കുകയാണ്. വളരെ സന്തോഷം. ഏതായാലും നമുക്ക് പിരിയാൻ തോന്നുന്നു. നാളെ കണ്ടുമുട്ടാം. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്. എൽദോ നിർത്താം സാർ.